യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. എത്രത്തോളം വലിയവനാണെന്ന് അറിയുമ്പോഴാണ് നമുക്കത് ദൈവസന്നിധിയിൽ താഴ്ത്തുവാൻ തോന്നുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ കർത്താവിൻ്റെ മഹത്വത്തെപ്പറ്റി, കർത്താവിൻ്റെ എത്ര വലിപ്പമാണ്, എത്ര ഭയങ്കരനാണ്. ഹിസ് റെവറൻസ്, റെവറൻ്റ് എന്നുള്ള പേരൊക്കെ ഇപ്പോൾ മനുഷ്യരെടുത്തിരിക്കുക. ശരിക്കും ആ റെവറൻറ്റിൻ്റെ അർത്ഥം ആരാ? ഭയപ്പെടുവാൻ യോഗ്യനായവൻ. എത്രത്തോളം വലിയവനാണ്, ഭയപ്പെടുവാൻ യോഗ്യനായവൻ. അത് ആ ഒരു ബോധം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. എഫേസ് ലേഖനമാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 3-ാം അധ്യായം ചിന്തിച്ചപ്പോൾ അവിടെ എല്ലാം കർത്താവിൻ്റെ ആ നീളം, വീതി, ആഴം, ദൈവത്തിൻ്റെ മഹത്വം അതൊക്കെ അറിയുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് വായിച്ചിട്ട് ഇവിടെ 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ കഴിഞ്ഞ അധ്യായത്തിലും നമ്മൾ ഓർപ്പിച്ച പോലെ താൻ എവിടെ നിന്നാണ് ഇത് എഴുതുന്നത്? ജയിലിലിരുന്ന പ്രിസൺ എപ്പിസൽസ്, അല്ലെങ്കിൽ ജയിലിൽ കാരാഗ്രഹ അല്ലെങ്കിൽ ലേഖനങ്ങളായത്. കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഴുതുമ്പോൾ ചങ്ങലയിൽ, എൻ്റെ ബന്ധനത്തിൽ എന്നൊക്കെ മലയാളത്തിൽ എഴുതിയേക്കുന്നത്, ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത് ഇൻ മൈ ചെയിൻസ്, ആമത്തിലിട്ടിരിക്കുക. ചങ്ങലയിൽ ഇത് കിടന്നുകൊണ്ടാണ് താൻ എന്ത് ചെയ്യുന്നത്? ഇത് എഴുതുന്നത്. എത്ര വർഷങ്ങളാണ് ഇല്ലേ? താൻ നമ്മളൊക്കെയാണ് മടുത്തു പോയനെ. ഇത്രയും കർത്താവിന് വേണ്ടി കഷ്ടം സഹിച്ച്, ഇത്രയും കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അവസാനം എനിക്ക് ലഭിച്ചത് എന്തുവാ? ചങ്ങല. കർത്തൃസേവ നിമിത്തമാണ് താൻ ആരായിരിക്കുന്നത്? ബദ്ധന് ആയിരിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ വേല നിമിത്തം 2 കാര്യത്തിലൂടെ പുള്ളി എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അകത്തൊരു ഡ്യുവൽ മീനിങ്ങോടുകൂടി എഴുതിയിരിക്കുന്നത്. ഒന്ന്, പുള്ളി ശരിക്കും 3-ാം അധ്യായത്തിൽ പറയുന്ന പോലെ ഞാൻ എവിടാണ്? ഞാൻ ജയിലിലാണ്, കാരാഗ്രഹത്തിലാണ്, ബന്ധനത്തിലാണ്. രണ്ടാമത്, ഞാൻ ഈ ബദ്ധനായിരിക്കുന്നത് എന്തിനാണ്? കർത്താവിൻ്റെ വേല നിമിത്തം. അല്ലാതെ കുറ്റം ചെയ്തിട്ടല്ല, പാപം ചെയ്തിട്ടല്ല, വ്യഭിചാരം ചെയ്തിട്ടല്ല, മോഷ്ടിച്ചിട്ടല്ല, ഗവൺമെൻറ്റിൻ്റെ കരമടയ്ക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിയമം ലംഘിച്ചിട്ടല്ല. ഗവൺമെൻറ് സുവിശേഷം പ്രസംഗിക്കേണ്ടെന്ന് പറഞ്ഞു, ആ നിയമമേ താൻ എന്ത് ചെയ്തിട്ടുള്ളൂ? ലംഘിച്ചിട്ടുള്ളൂ. ആ കാലഘട്ടത്തിൽ ചക്രവർത്തിയാണ് ആരാധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, എംപറേഴ്സ് ഡേ എന്ന് പറഞ്ഞ ഡേ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ചക്രവർത്തി ആരാധിക്കുന്ന ദിവസം. അപ്പോൾ ചക്രവർത്തിയാണ് ആരാധിക്കേണ്ട ഒരു ചക്രവർത്തി. നമുക്കറിയാമല്ലോ, ജനങ്ങളെല്ലാം കൂടെ ആരാധിക്കാൻ ശ്രമിച്ച് താൻ മഹത്വം എടുത്തപ്പോൾ താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പുഴു തന്നെ തിന്ന് തീർക്കുന്നത് മനുഷ്യരെ കണ്ട്, ഭയാനകമായ അവസ്ഥ മനുഷ്യർ കണ്ടുവന്നു. അപ്പം അന്നത്തെ ഒരു രീതിയാണ്. ഹെരോദായാലും ടെട്രാക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള എംപറേഴ്സ്, ചക്രവർത്തികൾ, അവർ ആരാധ്യരാണ്. ജനങ്ങൾ അവരെ ആരാധിക്കും. അപ്പം അതല്ല, മനുഷ്യനെ അല്ല ആരാധിക്കേണ്ട, മനുഷ്യനെ സൃഷ്ടിച്ചവനെ, സൃഷ്ടിയല്ല, ഭയങ്കരനായ വലിയവനായ ദൈവം, മഹത്വത്തിൽ വസിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം, ആ ദൈവത്തെയാണ് താൻ കവലയിൽ ഉയർത്തുന്നത്. ചങ്ങലയിൽ കൂടെ ആയിരിക്കുമ്പോൾ തന്നെ ഫെസ്തോസ് രാജാവിനോടൊക്കെ എന്തുവാ പറയുന്നത്? അഗ്രിപ്പാ രാജാവിനോട് എന്തുവാ പറയുന്നത്? ഈ ചങ്ങല ഒഴികെ നീയും എന്നെപ്പോലെ നിൻ്റെ ബന്ധനങ്ങളിൽ നിന്നൊക്കെ മാറി ക്രിസ്തുവിൽ മാത്രമേ ഒരാൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? എന്ന് രക്ഷ പ്രാപിക്കണം എന്നതിൻ്റെ അർത്ഥം. ചക്രവർത്തിയോടും രാജാവിനോടും ഒക്കെ നീയും രക്ഷിക്കപ്പെടണം എന്ന് പറയുവാനുള്ള അഭിഷേകം, ധൈര്യം ഞാൻ പറയത്തില്ല. ഇത് മാനസിക ധൈര്യമല്ല, ഇതെന്തുവാണ്? അഭിഷേകവും അതിൻ്റെ അകത്തുള്ള കപ്പാസിറ്റിയാണ്. ആത്മാ പ്രേരിപ്പിച്ചപ്പോഴാണ് താൻ ആരോടൊക്കെ എന്തൊക്കെ പറയണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ കർത്തൃസേവ നിമിത്തം ബന്ധനായി. അടുത്ത കാര്യത്തോട് പറഞ്ഞ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇംഗ്ലീഷ് ബൈബിൾ എടുത്തേക്കുന്ന ഐ ബിസീക്ക് യു, ഐ റിക്വസ്റ്റ് യു, ഹംബിൾ റിക്വസ്റ്റ്. താഴ്മയോടുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു? അപേക്ഷിക്കുന്നു. ദൈവത്തെ ഓർത്ത്, ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യ. ഞാൻ ഈ ചങ്ങലയിൽ കണ്ടുകൊണ്ട് 3-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ബന്ധനം, എൻ്റെ ജീവിതത്തിലെ കഷ്ടത കണ്ട് നിങ്ങൾ അധൈര്യപ്പെടേണ്ട. ഇതിന് ഒരു പേർപ്പസ് ഉണ്ട്. കർത്താവ് ക്രൂശ് സഹിച്ചതും, കർത്താവിനെ അടിച്ചടിച്ച് ആളല്ല മനുഷ്യനല്ലാത്ത രീതിയിലാക്കിയതും ജനത്തോടും ശിഷ്യന്മാരോടും പറഞ്ഞു, ഇതിങ്ങനെ ഉണ്ടാവും, നിങ്ങളത് കണ്ട് എന്ത് ചെയ്യണ്ട? ധൈര്യപ്പെടേണ്ട. ഇത് പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൻ്റെ ഇഷ്ടമാണ് എന്നിൽ കൂടി നിവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മളും മനസ്സിലാകണം, നമ്മൾ കടന്നു പോകുന്ന ഓരോ കഷ്ടത, നമ്മൾ വില കൊടുക്കുന്ന ഓരോ ദൈവം അനുവദിക്കുന്ന പരിശോധന, അതിൻ്റെ അകത്തെല്ലാം പിതാവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ കൂടി നിവർത്തിക്കുക. നമുക്ക് 2 ഓപ്ഷൻസാണുള്ളത്. കർത്താവ് ഒരു കാര്യത്തിൽ കൂടെ കടന്നു പോകാൻ ദൈവം അനുവദിക്കുമ്പോൾ, ഒരു തീച്ചൂളുടെ അനുഭവത്തിൽ കൂടെ നമ്മളെ ശുദ്ധീകരിക്കുവാനും പണിയുവാനും കടന്നു പോകാൻ അനുഭവിക്കുക. 2 ഓപ്ഷൻസാണ്. ഇന്നത്തെ പിള്ളേർ പറയും,
എ ഐനോട് ചോദിക്കാമെന്നോ ഗൂഗിൾ സെർച്ച് ചെയ്യാമെന്നൊക്കെ പറയും. അതൊന്നും അല്ല ഓപ്ഷൻ. മനുഷ്യരോട് ചോദിക്കാൻ പറയും. ബുദ്ധിയുള്ളവർ പറയും നമുക്കെന്നാൽ ഒരു അഡ്വക്കേറ്റിനോട് ചോദിക്കാം, ഒരു കൗൺസിലറിനോട് ചോദിക്കാം. അവരുടെ വീട്ടിൽ ചെല്ലണം അവർ ശരിക്കുള്ള അനുഭവം അറിയണമെങ്കിൽ. അതിലും കഷ്ടത്തിലാണ് അവർ. അവർക്കൊന്നും നിങ്ങൾക്ക് ഈ പുറത്തിരുന്ന് ഇങ്ങനെ കസേരയിലിരുന്ന് ആലോചന പറയുന്നതല്ലല്ലോ ജീവിതം. അവർക്ക് തന്നെ അവരുടെ കാര്യങ്ങൾക്ക് പല കാര്യങ്ങൾക്ക് പരിമിതികളുള്ളപ്പോൾ ഇവിടെ ദൈവം ഒരു കാര്യം അനുവദിച്ചാൽ, ആ രോഗമാണെങ്കിലും ക്ഷീണമാണെങ്കിലും പ്രശ്നമാണെങ്കിലും നിന്ദയാണെങ്കിലും മനുഷ്യരിൽ പോയി ആശ്രയിച്ച് എന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ആ തീച്ചൂളയുടെ അനുഭവത്തിൽ ശദ്രക്കും മേശക്കും അഭയനഗോഗനും ആരും അറിയത്തില്ല, ഇങ്ങനെ ഒന്ന് മടങ്ങിയാൽ മതി അല്ലേ, പ്രശ്നം തീർന്നേനെ. ഇത്രയും കൂടുള്ള യഹൂദന്മാർ ചോദിച്ചു കാണും, നിങ്ങൾ എന്തിനായി പുകലെല്ലാം ഉണ്ടാക്കുന്നത്, എന്തിനായി പ്രശ്നം ഉണ്ടാക്കുന്നത്, ആരും അറിയത്തില്ലെന്നേ. അതുകൊണ്ട് ഇങ്ങനെ അത്രയേ ഉള്ളൂ. ഒന്ന് പെട്ടെന്നൊന്ന് മടങ്ങിയാൽ അത്രയേ ഉള്ളൂ. ഇനി കുമ്പിട്ടൊന്നും മടങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഒന്ന് കോംപ്രമൈസ് ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ പ്രശ്നം. ഇതുപോലുള്ള ഉത്സവങ്ങൾ അതുകൊണ്ട് അടുത്ത് വരുന്നു. ഹാപ്പി ക്രിസ്മസും പറഞ്ഞുകൊണ്ടിരുന്നോണം കേട്ടോ. ഇവിടെ ഇപ്പോഴൊക്കെ ദൈവമക്കൾ ഇന്ന് നമുക്കറിയാവുന്ന ദൈവദാസന്മാർ പോലും ഇപ്പോഴേ തുടങ്ങി അവരുടെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇനി അറിയാവുന്ന ചില ദൈവദാസന്മാരൊക്കെ ഞാൻ നോക്കിയപ്പോൾ സാന്റക്ലോസിൻ്റെ കൂടി ഇങ്ങനെ അവർ തന്നെ ഒരു സാന്റക്ലോസിനെ ഒരാളെ ആക്കിയിരിക്കുക, പരസ്യങ്ങളൊക്കെ നടത്തുക. പരസ്യങ്ങൾക്ക് ഇപ്പോൾ ആര് വേണം? സാന്റക്ലോസ് വേണം. പരസ്യയോഗം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ 94 തൊട്ട് ഇന്ത്യയെ പ്രസംഗിക്കുക ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളെല്ലാം. ഇന്ന് വരെ സാന്റക്ലോസിൻ്റെ ആവശ്യം വന്നിട്ടില്ല. സ്തോത്രം. പരസ്യയോഗം യേശുവിനെ ഉയർത്തിയാൻ ഞാൻ പറയില്ല, ഇത് അംഗീകാരം കിട്ടാൻ. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ജോലി സ്ഥലത്ത് ആ പ്രോഗ്രാമിൽ അങ്ങ് ചേരുന്നത് എന്തുകൊണ്ടാണ്? അംഗീകാരം കിട്ടാൻ. ജോലി സ്ഥലത്ത് വില കൊടുത്താൽ നത്തിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഈ പറയുന്നത് ആ പുള്ളി പറയുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല. ആരാ തീരുമാനിക്കുക? നമ്മൾ വില കൊടുക്കുമ്പോൾ അത് ജോലി സ്ഥലത്ത് വില കൊടുക്കണം. ഓരോ കാര്യത്തിലും നമ്മൾ പെട്ടെന്നൊന്നും ആരും അറിയത്തില്ലല്ലോ. ഒരു ഓണപ്പായസം കുടിച്ചു, അല്ലെങ്കിൽ ഒരു പൂക്കളം ഇട്ടതിൻ്റെ മുമ്പിൽ കയറി ഫോട്ടോ. എത്ര ദൈവമക്കളാണെന്നറിയാം ഇതിൻ്റെയൊക്കെ കൂട്ടത്തിലിരുന്ന് ഫോട്ടോയും എടുത്തിട്ട് ഇപ്പം സ്റ്റേറ്റസ് ഇടുന്നത്. എന്നാൽ പിന്നെ എങ്ങ് പോയി നിന്നാൽ പോലും ബലമില്ലെങ്കിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, നെടുമ്പാട് വീണ് ബലം തരാൻ. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റസ് ഇട്ട് പബ്ലിക്കിനെ അറിയിക്കുന്നതിനാ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു യേശുവിൻ്റെ ഒരു വിറ്റ്നസ്സായി തീരുവാൻ ഒരു പ്രത്യേകതയുള്ളവൻ അല്ല ഞാൻ പറഞ്ഞത്. ആൾക്കാർക്കെല്ലാം അറിയാം, എന്നിട്ടും ദൈവമക്കൾക്ക് എന്നെ അറിയാത്തതുകൊണ്ടാണോ? ഇത് റോമൻ സൂര്യദേവൻ മിത്രയുടെ ജന്മദിനമാണ്. ഇത് പിന്നീട് പല ഈസ്റ്ററും അതുപോലെ വേറൊരു ആംഗ്ലോ സാക്സൺ ഗോഡസ് ഓഫ് ഫെർട്ടിലിറ്റി എന്ന് പറയും. വിക്കിപീഡിയ എൻസൈക്ലോപീഡിയയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. ചന്ദ്രദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്. EASTRE എന്നാണ് ആ ദേവതയുടെ പേര്. അത് ആ ഒരു യൂറോപ്യൻ പദമായിട്ട് അങ്ങനെയാണ് അതിനെ ഈസ്റ്ററി എന്ന് വേണേൽ പ്രൊനൗൺസ് ചെയ്യാം. അതാണ് പിന്നെ എന്തായി തീർന്നത്? ഈസ്റ്ററായി തീർന്നത്. അതായത് ഈസ്റ്റർ തിരുവചനത്തിനകത്ത് എഴുതിയിട്ടില്ല. ഈസ്റ്റർ കർത്താവിൻ്റെ പുനരുദ്ധാനം പ്രാപിച്ച ദിവസമല്ല. ഇത് ഫെബ്രുവരി 15 തൊട്ട് ഏപ്രിൽ 30 വരെ കഴിഞ്ഞ 100 വർഷത്തെ ഡേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചന്ദ്രൻ്റെ ഫേസ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഉത്സവമാണ്. ഇത് എന്നേക്കാൾ കൂടുതൽ ദൈവദാസന്മാർക്കെല്ലാം അറിയാം, വിശ്വാസികൾക്കെല്ലാം അറിയാം. അറിയാത്തവരാരെങ്കിലും ഉണ്ട്? ഇന്ന് നിങ്ങൾ എൻ്റെ ഫോൺ എടുത്താൽ ഗൂഗിൾ സെർച്ച് ചെയ്തോ, നിങ്ങൾക്ക് കിട്ടും വിക്കിപീഡിയ എന്ന് ഈ കാര്യങ്ങൾ, ഈ ഫാക്റ്റ് കിട്ടും. ഇത് സത്യമാണ്. എന്നാലും എല്ലാവരും ചെയ്യുന്നു. ദൈവദാസന്മാർ ചെയ്യുന്നു, പാസ്റ്റർ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിലും കൂടിയാൽ ദൈവമക്കളെ കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടത്തില്ല. സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ വില കൊടുക്കാൻ പറ്റത്തില്ലയോ? എങ്ങനെ കർത്താവിൻ്റെ മണവാട്ടിയായി തീരാൻ പറ്റും? കർത്താവിന് വേണ്ടി, പ്രമാണത്തിന് വേണ്ടി നിൽക്കാൻ പറ്റത്തില്ലയോ? നമുക്ക് സത്യം അറിയാം. നമുക്ക് ഓരോരുത്തരോടും, നമ്മുടെ സ്നേഹിക്കുന്നവരോടൊക്കെ കൂട്ടത്തോട് ഇവർ കൂടി നിൽക്കുമ്പോൾ ഇവർ അതിൻ്റെ പാർട്ടി മൂഡിലാണ് നിൽക്കുന്നത്, ഫെസ്റ്റീവ് മൂഡിലാണ് നിൽക്കുന്നത്. ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ നമ്മളെ കളിയാക്കി വിടത്തേ ഉള്ളൂ. പക്ഷേ ഇവർ ഒറ്റയ്ക്ക് കിട്ടുമല്ലോ നമുക്ക്. ഒറ്റയ്ക്ക് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളോട് പേഴ്സണലായിട്ട് അതിനുള്ള കൃപ പ്രാപിക്കണം, സംസാരിക്കണം. ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സംസാരിക്കണം. നല്ല ജ്ഞാനത്തോടുകൂടി സംസാരിക്കണം. ഫാക്റ്റൊക്കെ കറക്റ്റായിട്ട് പറയണം. കൃപയോടുകൂടി സംസാരിക്കണം. ഓരോരുത്തരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കൂടുമ്പോൾ മഹത്വം പോകുന്നത് ആ സൂര്യദേവനാണ്. അതുകൊണ്ട് വചനത്തിലില്ലാത്തത്, തിരുവചനത്തിലില്ലാത്തത് ചെയ്യല്ലേ. കാത്തലിക്സിനോടും അവർ തിരുവചനം വളരെ ബഹുമാനത്തോടു കൂടിയാണ് പറയണം. തിരുവചനത്തിനകത്തില്ല ഉത്സവങ്ങൾ, ആണ്ടുകൾ ആചരിക്കല്ല എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയും. അതുകൊണ്ട് നമുക്കും ഈ രാത്രിയിൽ, ന്യൂ ഇയറിൻ്റെ രാത്രി 31-ാം തീയതി രാത്രിയിൽ ഇങ്ങനെ 11:55 ആകുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ആ 12 അടിക്കുന്നുണ്ടെ 3 പള്ളിയിലാണെങ്കിൽ 3 മണി അടിക്കും, 3 ഹല്ലേലൂയ പറയിപ്പിക്കുന്ന പരിപാടി ഒന്നും ഇവിടെ ഇല്ല.
ഇതെല്ലാം ഓരോ ആചാരങ്ങളിൽ നിന്ന് വരുമ്പോൾ, പള്ളിയിൽ നിന്ന് കടമെടുത്തിരിക്കുമ്പോൾ, ജാതിക ആചാരങ്ങളിൽ നിന്ന് പേഗൻ വേർഷിപ്പിൽ നിന്ന് എടുത്തിരിക്കുമ്പോൾ, സ്തോത്രം, നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നെങ്കിൽ ഈ ഏരിയയിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ആരാ നമ്മുടെ ടീച്ചർ? നമുക്കെല്ലാം ഒരു ടീച്ചറേ ഉള്ളൂ. നമുക്ക് മാത്രമല്ല, ലോകത്തിലെമ്പാടുമുള്ള എല്ലാ ഭാഷക്കാരുമായ ദൈവമക്കൾക്കും ഒരു ടീച്ചറേ ഉള്ളൂ, ദ ഹോളി സ്പിരിറ്റ്. ഈ വചനം അനുസരിക്കുന്നവർ എല്ലാ രാജ്യത്തിലും ഉണ്ട്, അമേരിക്കയിലും ഉണ്ട്, യൂറോപ്പിലും ഉണ്ട്, എല്ലായിടും. ചുരുക്കമാണെന്ന് മാത്രമേ ഉള്ളൂ. മെജോറിറ്റി എങ്ങനെയാണ്? ആൾക്കാർ ഭൂരിപക്ഷത്തിൻ്റെ കൂടാണ് ആ ആൾക്കാർ നിൽക്കുന്നത്. പക്ഷേങ്കിൽ ഒരു ചുരുക്കം, ഒരു ചെറിയൊരു കൂട്ടം എല്ലാ രാജ്യത്തിലുമുണ്ട്. അതിനെയാണ് ബൈബിൾ സേഷിപ്പ് എന്ന് പറയുന്നത്. പൗലോസ് പറയുക, ഞാൻ ഒരു പൊരുത്തപ്പെട്ട പ്രസംഗം പ്രസംഗിച്ചായിരുന്നേ ജയിലിൽ കിടക്കത്തില്ലായിരുന്നു. ഞാൻ കറക്റ്റായിട്ട് കൃപയോടുകൂടി ആത്മാവ് എനിക്ക് തന്നതൊട്ടും മറച്ചു വെക്കാതെ പ്രസംഗിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കിടക്കുന്നത്, ചങ്ങലയിൽ കിടക്കുന്നത്. നിങ്ങളിത് കണ്ടാൽ ധൈര്യപ്പെടല്ല. ഞാൻ ഈ കഷ്ടം അനുഭവിക്കുന്നത് നിങ്ങളുടെ ബലത്തിനായിട്ടാണ്, ഞാൻ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നിങ്ങളുടെ ബലത്തിനായിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നു, എന്ത് ചെയ്യണം? ദൈവത്തെ ഓർത്ത് നിങ്ങൾ വിളിച്ചിരിക്കുന്ന വിളി. പ്രൈസ് ദി ലോർഡ്. 2 പത്രോസ് 1:10-11 വായിച്ചാൽ നിങ്ങൾക്ക് അറിയാം ആ വാക്യം. ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം. 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ഞാൻ ദൈവത്തെ ഓർത്ത് ചങ്ങലയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച, നിങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ അധ്യായത്തിൻ്റെ അവസാനം പറഞ്ഞു, ഞാൻ മുട്ടുമടക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കർത്താവ് നിങ്ങൾക്ക് കൃപയും ബലവും തരാൻ. ഇവിടെ 4-ാം അധ്യായത്തിൽ പറഞ്ഞ് ദയവ് ചെയ്ത് വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം. പത്രോസ് അപ്പോസ്തലനെ ഓർപ്പിക്കുക, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി. ഇങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് കർത്താവ് നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം കിട്ടത്തുള്ളൂ, പ്രാപിക്കത്തുള്ളൂ. അതല്ലേ എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടണോ? ഒരു മാർഗമേ ഉള്ളല്ലോ. പിന്നെ നിങ്ങൾ വിചാരിക്കുക ഫസ്റ്റ് ചാൻസിന് പോയില്ല എന്നാൽ സെക്കൻഡ് ചാൻസിന് വെയിറ്റ് ചെയ്ത്. നമ്മൾ വെളിപ്പാട് ദിവസം പഠിച്ചപ്പോൾ ആ വാക്യങ്ങളെല്ലാം ബൈബിളിൽ നിന്ന് വ്യക്തമായി പഠിച്ചതാണ്. സെക്കൻഡ് ചാൻസ് നമുക്കുള്ളതല്ല. ദൈവം അവസരം തന്നിട്ടും വിശ്വസ്തരാകാൻ പറ്റാഞ്ഞവർക്കുള്ളതല്ല, അത് യഹൂദന്മാർക്കുള്ളതാണ്. പിന്നെ ഒരു ചെറിയ കൂട്ടം പല ജാതികളിൽ നിന്നും സുവിശേഷം ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്കുള്ളതാണ്. 1-ാം പുനരുദ്ധാനത്തിൽ എടുക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. അവരുടെ മേൽ 2-ാം മരണം അല്ലെ നരകത്തിന് അവകാശമില്ല എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത്. അപ്പം എപ്പോൾ പൊക്കോണം? സെക്കൻഡ് ബെല്ലില്ല പറഞ്ഞപോലെ നമുക്കെല്ലാം ഉണ്ടല്ലോ. ഈ ഫസ്റ്റ് ചാൻസിന് പോകണ്ട, പറ്റിയില്ലെങ്കിലും ഉണ്ടല്ലോ ഒരു ചാൻസ്. ഇല്ല ചാൻസ്. കാഹളം ഊതുമ്പോൾ എന്ത് ചെയ്യണം? എടുക്കപ്പെട്ടോണം. വചനം അത് ക്ലിയറായിട്ട് പഠിപ്പിക്കുന്നു. വെളിപ്പാട് പഠിച്ചപ്പോൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലും നമ്മൾ ആ ഭാഗമെല്ലാം വ്യക്തമായിട്ട് പഠിച്ചതാണ്. ഈ 1-ാം ചാൻസിന് പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ പോകാൻ പറ്റാത്തവരാണോ? പരിശുദ്ധാത്മാവും സഭയും എല്ലാം എടുക്കപ്പെട്ട് കഴിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതിരിക്കുമ്പോൾ ഇവിടെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവ് അതിൻ്റെ പൂർണ്ണതയിൽ ലോകം മുഴുവനും വ്യാപരിച്ച് അനുസരണക്കേടും പാപവും മാത്രം വസിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ നിൽക്കും എന്നായി പറയുന്നത്? പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല, സഭയുള്ളപ്പോൾ നിൽക്കാൻ പറ്റുന്നില്ല. സഭയും പരിശുദ്ധാത്മാവിൻ്റെയും നമ്മളെ ബലപ്പെടുത്തുന്ന 2 ഘടകമാണ്. ഫെലോഷിപ്പ്, സഭ. 2-ാമത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഫെലോഷിപ്പിലും നമുക്ക് വലിയ ആരാധനയിൽ കൂട്ടായ്മയിൽ വലിയ ബലം കിട്ടും. ഇത് രണ്ടും ഇല്ലാത്ത സമയത്ത് നടക്കത്തില്ല ദൈവമക്കളെ. ഇഞ്ചായിട്ട് നിങ്ങളെ ആ നഖത്തിൻ്റെ അവിടെ അരിയുമ്പോൾ തന്നെ മുറിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയും, ഞാൻ തള്ളി പറയുന്നേ പത്രോസ് പറഞ്ഞ പോലെ, എനിക്കൊന്നും വേണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ജീവനും കിട്ടിയാൽ മതി, ആഹാരം കിട്ടിയാൽ മതി, 666 എത്ര 6 വേണേലും കുത്തിക്കോളാൻ പറഞ്ഞു പോകും. പരിശുദ്ധാത്മാവ് ഉണ്ടെന്നേ ഇപ്പം നിൽക്കുക. ഇതാ സുപ്രസാദ കാലം, ഇതാ രക്ഷാ ദിവസം. ഇപ്പം നിൽക്കുക കർത്താവിന് വേണ്ടി. ഇപ്പം നിൽക്കാൻ പറ്റാത്തവർക്ക് അത് കഴിഞ്ഞ് ഒട്ടും പറ്റത്തില്ല. അതുകൊണ്ട് കാഹളം ഊതുമ്പോൾ എടുക്കപ്പെടണമെങ്കിൽ പത്രോസും പറഞ്ഞു, വിളിച്ച വിളിക്ക് യോഗ്യമാവണം. ഓർത്തോണേ, worthy to the calling. Praise the Lord. Worthy according to your calling. നമ്മൾ ഓരോരുത്തരെയും വിളിച്ച വിളിക്ക് വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ശക്തമായിട്ട് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സ്റ്റാൻഡ് ഫോർ ദ കോളിംഗ്. നിങ്ങളെ വിളിച്ച വിളിക്ക് വ്യത്യാസം, എൻ്റെ വിളിച്ച വിളിക്ക് അതനുസരിച്ച് ദൈവം ജ്ഞാനവും കൃപയും ബലവും അഭിഷേകവും ഒക്കെ പകരുന്നത്. എല്ലാവർക്കും ഉണ്ട് കോളിംഗ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ആരും രക്ഷപ്പെടണ്ട, എല്ലാവരെയും ഉന്നതമായ വിളിയെന്ന് എഴുതിയിരിക്കുന്നത്.
ഗ്രേറ്റ് അപ്വേർഡ് കോളിംഗ് എന്നാണ് ഫിലിപ്പിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. അതൊക്കെ നമ്മൾ ലേഖനങ്ങൾ, മനോഹരമായ ലേഖനങ്ങൾ പഠിച്ച് മുൻപോട്ട് പോവുക. കൊലോസിയർ 1:28-29 വായിച്ചു. കൊലോസിയൻസ് 1:28-29. അവരെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യരോടും സകല ജ്ഞാനത്തോടു കൂടി ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്നവന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ഒരു ദൈവദാസൻ പറയാം. ഈ ദൈവദാസന്മാരുടെ ക്ലാസ് പാസ്റ്റേഴ്സ് മീറ്റിങ്ങിനൊക്കെ ഞാനും അപ്പോഴൊക്കെ ഒത്തിരി പാസ്റ്റേഴ്സ് മീറ്റിംഗ് ശുശ്രൂഷിച്ചിട്ടുണ്ട്. പല ദേശത്ത് പല ഭാഷകൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. 80 ദൈവദാസന്മാർ, 100 ദൈവദാസന്മാർ, ഒത്തിരി വർഷങ്ങളായിട്ട്, ഒരു 10-20 വർഷമായിട്ട് അങ്ങനെ എൻകറേജ് ചെയ്യാനായിട്ടുണ്ട്. ദൈവദാസന്മാർക്കാണ് ഈ നാളുകൾ ക്ലാസ് എടുക്കേണ്ടത്. ശരിക്കും ഇത് ദൈവദാസന്മാർക്ക് കർത്താവിൻ്റെ വേല എന്തുവാന്ന് മറന്നു പോകുമ്പോൾ ഇതിന് പോരാട്ടമുണ്ട്, ഇതിന് അധ്വാനമുണ്ട്. സ്ട്രൈവിങ് എന്ന് എഴുതിയിരിക്കുന്നത്, ലേബറിങ്, സ്ട്രൈവിങ് എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്നില്ല, പക്ഷേ ഞാനത് എന്ത് ചെയ്യുന്നു? അധ്വാനിക്കുന്നു. എന്തിനാണ്? ഓരോ വ്യക്തിയെയും അവരോരെ വിളിച്ചിരിക്കുന്ന വിളി അനുസരിച്ച് നിർത്തുവാൻ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മളിവിടെ കൊലോസ്യ ലേഖനം വായിച്ചല്ലോ. ഹല്ലേലൂയ. ഓരോ വ്യക്തിയെയും ക്രിസ്തുവിൽ തികഞ്ഞവനായിട്ട് നിർത്തുവാൻ, ഓരോ വ്യക്തിയെയും വിളിച്ചിരിക്കുന്ന വിളി അനുസരിച്ച് നിൽക്കുവാൻ ദൈവദാസൻ പറയുക, അപ്പോസ്തലൻ പറയുക, ഞാൻ അതിനു വേണ്ടി അധ്വാനിക്കുന്നു, ഞാൻ അതിനു വേണ്ടി പോരാടുന്നു, പ്രവർത്തിക്കുന്നു. പോരാട്ടമുണ്ടോ ദൈവമക്കളെ? വില കൊടുക്കണോ? നമ്മളും ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന സുശേഷകരായ നിങ്ങളും അനേകരെ എൻകറേജ് ചെയ്യുവാൻ, ബലപ്പെടുത്തുവാൻ. വേറെ ഒന്നുമല്ല. ചിലർ പറയും ഞങ്ങളുടെ കൂടെയും കൂടിയാൽ മതി, എല്ലാം ശരിയാവും. ഒരു ഭാഷയെ ഓരോരുത്തർ ഇന്നാളെ പറഞ്ഞിട്ട് അപ്പം എന്ത് കോഴ്സായാൽ മതി, സ്നാനപ്പെട്ടാൽ മതി. ഒരു കോഴ്സായാലും ശരിയാകത്തില്ല. വിളിച്ച വിളി അനുസരിച്ച് എന്ത് ചെയ്യണം? പെർഫെക്റ്റ്. പ്രൈസ് ലോർഡ്. വിളിച്ച വിളി. അപ്പം നമ്മൾ ഓരോരുത്തരെ എൻകറേജ് ചെയ്ത് ചുമ്മാ ഇങ്ങനെ രക്ഷിക്കപ്പെടുത്തി മേളിൽ സ്നാന ടാങ്കൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓരോരുത്തരെ ക്യൂ നിർത്തിയിട്ട് മുക്കി വിടാം. പല സഭകളൊക്കെ ചെയ്യുന്നുള്ളൂ. മുക്കി എന്ത് ചെയ്യാം? രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക അല്ല പ്രധാനം. അത് പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോൾ ചെയ്താൽ മതി. രൂപാന്തരം തീരുമാനമെടുക്കുന്നവർക്കും ചെയ്താൽ മതി. ഒത്തിരി പേരെ സ്നാനപ്പെടുത്താമെന്നൊന്നും നമ്മൾ തീരുമാനമെടുത്തിട്ടില്ല. ദൈവം ഒരുക്കത്തോടു കൂടി കൊണ്ടുവരുന്നവരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നിട്ട് പണി തുടങ്ങി. ഈ പണിയാണ് നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ നടക്കുന്നത്. അതെന്തുവാ? നമ്മളെ വിളിച്ച വിളി അനുസരിച്ച്. അതുകൊണ്ട് അതിനാണ് പൗലോസ് ഇവിടെ പറഞ്ഞ് ഞാൻ ദയവ് ചെയ്ത് അത്യധ്വാനം എഴുതിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. പ്രവൃത്തികളുടെ പുസ്തകം ആക്ട്സ് ചാപ്റ്റർ 20 ആദ്യം 27 പിന്നെ 31. അപ്പോസ്തല പ്രവൃത്തി 20-27 ആദ്യം വായിച്ചു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചുവെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. 31 വായിച്ചോ. അതുകൊണ്ട് ഉണർന്നിരിപ്പീൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരെ ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളു. സഭയായിട്ടല്ല, ഓരോരുത്തർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തു. എന്തോ ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്? ഇന്നത്തെ ആൾക്കാർ വേണേൽ പറയും എങ്ങനെ കാശുണ്ടാക്കാം. നിങ്ങൾക്കറിയാം, പാസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ എപ്പോഴും ഇവിടെ എറണാകുളത്ത് എപ്പോഴും നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരും, പാസ്റ്റേഴ്സ് ഗ്രൂപ്പിൽ വരും. ബിസിനസ്സുകാരെ എങ്ങനെ ബിസിനസ്സിൽ വർദ്ധിക്കാം, അതിനുള്ള പാസ്റ്റേഴ്സിൻ്റെ ക്ലാസ്സാണ് കേട്ടോ, അല്ലാതെ ജാതികൾ വന്ന് ക്ലാസ് എടുക്കുമല്ല. ബിസിനസ്സുകാരുടെ ബിസിനസ് എങ്ങനെ വർദ്ധിക്കാം സെമിനാർ. ഇന്നലെ എനിക്കൊരു സെമിനാർ ഹഗ്ഗ ഇൻസ്റ്റിറ്റ്യൂട്ട് അയച്ചു തന്നു. 2000 രൂപ ഇതിന് 3 ദിവസത്തെ സെമിനാറാണ്. 4000 രൂപ റെസിഡൻഷ്യൽ പ്രോഗ്രാമും 2000 രൂപ അതല്ലാതെ. അതിൻ്റെ അകത്ത് ഒത്തിരി പോയിൻറ്റ്സ് എഴുതിയിരിക്കുന്നു. എല്ലാം മാനുഷികമായിട്ടുള്ള പോയിൻറ്റ്സാണ്. എങ്ങനെ നമുക്ക് സക്സസ്ഫുൾ ആകാം, ഇപ്പോൾ ബിസിനസ്സുകാർ വർദ്ധിക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ മിക്കവാറും വർഷത്തിലൊരിക്കൽ വേറൊരു ദൈവദാസം വന്ന് സെമിനാർ എടുക്കാറുണ്ട് ഇവിടെ എറണാകുളത്ത്. എല്ലാവരും എറണാകുളം ഒരു പട്ടണമാണല്ലോ കേരളത്തിൻ്റെ. ബാംഗ്ലൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബാംഗ്ലൂരിൽ നിന്ന് ആ സെമിനാർ എടുത്തിട്ട് നേരിട്ട് ഇങ്ങനെ എറണാകുളത്തിന് പോരും. പിന്നെ പൂനെയിലേക്ക് പോകും. ഇങ്ങനെ ഓരോ പോയിൻറ്റ്സാണ്. എറണാകുളത്ത് നടക്കുന്ന സെമിനാറാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ അവർക്ക് എങ്ങനെ FCRA അക്കൗണ്ട് തുടങ്ങാം, എങ്ങനെ ടാക്സ് വെട്ടിച്ച് അല്ലെങ്കിൽ ടാക്സ് എക്സംഷൻ കിട്ടാം, എങ്ങനെ ആ വരുന്ന ഫണ്ട്സ് ഡൈവേർട്ട് ചെയ്യാം, എങ്ങനെ ഓരോരുത്തരുടെ പേഴ്സണൽ ഫണ്ടിൽ കൂടെ ഇതിൻ്റെ മുഴുവൻ ട്രിക്ക് ഓഡിറ്റിങ് അറിയാവുന്നവരുടെ കയ്യിൽ നിന്നൊക്കെ ആലോചനകൾ എടുത്തിട്ട് ദൈവദാസന്മാർ ഇവിടെ എറണാകുളത്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്ന് നടക്കുന്ന ബുദ്ധിയിലുള്ള ക്ലാസ്. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? ഞാൻ ഓരോരുത്തർക്കും ബുദ്ധി പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞ് ഈ സൈസ് ബുദ്ധിയല്ല. നിങ്ങളുടെ വിളിക്ക് നിങ്ങൾ എങ്ങനെ യോഗ്യരായിത്തീരും? മനുഷ്യനെ പ്രസാദിപ്പിക്കാതെ. എത്ര മനുഷ്യനെ പ്രസാദിപ്പിച്ചാലും അവസാനം വേദനയുള്ളൂ ദൈവമക്കളെ. ലോകത്തൊന്ന് ശ്രമിച്ചു, അസോസിയേഷനെ സന്തോഷിപ്പിച്ച്, നാട്ടുകാരെ സന്തോഷിപ്പിച്ച്, ദേശത്തെ പ്രമാണികളെ സന്തോഷിപ്പിച്ച്, പട്ടണവാദികൾ നിന്ന് നോക്കി അവൻ്റെ മക്കൾ. എനിക്ക് ആ കൊടുംപാപത്തെ പറ്റി ഓർക്കാൻ വയ്യ. എന്തോ ലോകത്ത് ശ്രമിച്ചത്, പച്ചിപ്പ് നോക്കി പോയതാ. ഈ നല്ല ദേശത്ത്
മനുഷ്യരെ പ്രസാദിപ്പിക്കാനൊന്ന് ശ്രമിച്ചതാ. ലോത്തിൻ്റെ ഭാര്യ പോയി, ലോത്തിൻ്റെ മക്കൾ പോയി, എല്ലാവരും പോയി. അപ്പോൾ ഈ മനുഷ്യനെ ആ ദേശവും പോയി. ലോത്ത് നിമിത്തമാണ് എന്ത് ചെയ്തത്? സോദോമും ഗോമോറ എന്ന് പറയുന്ന, നമുക്ക് പല ട്വിൻ സിറ്റീസ് ഉണ്ട്. ഇവിടെ ആന്ധ്രയിൽ ഹൈദരാബാദ് സെക്കൻഡറാബാദ് എന്നൊരു ട്വിൻ സിറ്റിയാണ്. ഇതുപോലെ നല്ല 2 പട്ടണങ്ങൾ ചേർന്ന് നിന്ന് ആ 2 പട്ടണം കൂടി ചേർന്ന് വലിയ മഹാപട്ടണമാകുന്ന ഈ ട്വിൻ സിറ്റി രീതി ലോകത്തിൽ പലയിടത്തും ഉണ്ട്. അതുപോലൊരു ട്വിൻ സിറ്റിയാണ് ഇത് സോദോം ഗോമോറ. 2 ഭയങ്കര പട്ടണം. സാമ്പത്തികമായിട്ട് പാപവും ഭയങ്കരമാണ്. അങ്ങനെയാണല്ലോ, പട്ടണത്തിൽ പാപവും വർദ്ധിക്കുമല്ലോ. അപ്പം ആ പട്ടണത്തിലെ പ്രധാനിയായിരുന്നു ആര്? ഇത് ഇച്ചിരി കഷ്ടപ്പെട്ടാണ് താൻ പ്രധാനിയായത്. അത്രത്തോളം ആൾക്കാരുടെ കയ്യിൽ നിന്ന് അക്നോളജ്മെൻറ്റും അംഗീകാരവും ഒക്കെ കിട്ടി അംഗീകാരം കിട്ടി. എത്ര മനുഷ്യനെ സന്തോഷിപ്പിച്ചാലും നിങ്ങൾ ലോത്തിനോട് ചോദിക്കുക, പുതിയ നിയമത്തിൽ എഴുതിയേക്കുന്ന ലോത്തിനെ പോലെ നിങ്ങളാകല്ല. പ്രൈസ് ദി ലോർഡ്. ആ ലോത്തിന് പറ്റിയത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല? മനുഷ്യനെ, വീട്ടുകാരെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അയൽവക്കക്കാരെ, ദേശവാസികളെ സന്തോഷിപ്പിച്ചാൽ അവസാനം ലോത്തിൻ്റെ കൂട്ടാവും നാണം കെട്ട് ദേശം വിട്ട് ഓടിപ്പോണ്ട വരും. നാണം കെട്ട്. അത് കഴിഞ്ഞിട്ടും തൻ്റെ ജീവിതം എന്തുമായിരുന്നു? നാണം കെട്ട ജീവിതമായിരുന്നു. മക്കൾ എന്തായി തീർന്നു? ശപിക്കപ്പെട്ടവരായി തീർന്നു. കൊച്ചുമക്കൾ ആരായി തീർന്നു? ശപിക്കപ്പെട്ടവരായി തീർന്നു. അതൊക്കെ ബൈബിളിൻ്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. എന്തുവാ അവിടെ പറ്റിയ തെറ്റെന്തുവാ? താൻ നീതിമാനായ ലോത്ത് എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. വേറെ പാപമൊന്നും താൻ ചെയ്തില്ല കേട്ടോ, അങ്ങനെ ബൈബിൾ പറയുന്നില്ല. നീതിമാനായ ലോത്ത്, സ്തോത്രം, നല്ല മനസ്സും ഒക്കെ ആയിരുന്നു. അല്ല, പ്രൈസ് ദി ലോർഡ്. ആ നീതിമാനായ ലോത്തിനാണ് എന്തോ സംഭവിച്ചത്? ഇത് താൻ ചെയ്ത തെറ്റൊറ്റ കാര്യമുള്ളൂ, മനുഷ്യനെ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, മനുഷ്യനെ സന്തോഷിപ്പിക്കല്ലേ നിങ്ങളെ വിളിച്ച്. നമ്മൾ പ്രവർത്തികളുടെ പുസ്തകത്തിൽ നിന്ന്, കൊലോസ്യലേഖനത്തിൽ നിന്ന്, അപ്പോസ്തലത്തിൽ നിന്ന്, ഇവിടെ എല്ലാം പത്രോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നു, വിളിച്ച വിളിക്ക് യോഗ്യനായി തീരുക. അവിടെ അപ്പോസ്തല പ്രവൃത്തി കണ്ടില്ലേ? അതുകൊണ്ട് ഞാൻ ഓരോരുത്തർക്കും ബുദ്ധി ഉപദേശിച്ച് നിങ്ങളുടെ കണ്ണുനീരോടുകൂടി നിങ്ങൾക്ക് വേണ്ടി അല്ലേ ശുശ്രൂഷ. എന്തുവാ ദൈവമക്കളെ? മനോഹരമായ ഭാഷയിൽ പ്രസംഗിക്കുകയല്ല ശുശ്രൂഷ. ഇറ്റ്സ് എ ടോക്ക് ഷോ അല്ല ശുശ്രൂഷ. ശുശ്രൂഷ എന്തുവാ? ഓരോരുത്തരെ കണ്ണുനീരോടുകൂടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും എൻകറേജ് ചെയ്ത് ബുദ്ധി ഉപദേശം. അപ്പോൾ ഇത് പേഴ്സണലായില്ലേ? ഓരോരുത്തരെ കൗൺസിൽ ചെയ്യുന്ന പോലെ ബുദ്ധി ഉപദേശം. ഇത് ആലോചന എവിടെ നിന്നാണ് പ്രാപിക്കേണ്ടത്? പരിശുദ്ധാത്മാവ് നേരിട്ട് ആ ശുശ്രൂഷ ചെയ്യുവാൻ എത്ര പേർ ദൈവസന്നിധിയിൽ സമർപ്പിക്കും? എനിക്ക് ഉള്ള കോണ്ടാക്ട്സ് നിങ്ങൾക്കില്ല, നിങ്ങൾക്കുള്ള കോണ്ടാക്ട്സ് എനിക്കുമില്ല. നിങ്ങളുടെ കോണ്ടാക്ട്സിലുള്ളവരെ എൻകറേജ് ചെയ്യുക. അതാരുടെ ശുശ്രൂഷയാണ്? നിങ്ങളുടെ ശുശ്രൂഷയാണ്. വ്യക്തിപരമായ സഹോദരിമാർ. ചിലരൊക്കെ പറയും എനിക്ക് ശുശ്രൂഷയില്ല. ആരാ പറഞ്ഞ കോർഡ്ലെസ് മൈക്ക് വെച്ച് സ്റ്റേജിൽ കൂടെ ഓടുന്ന ശുശ്രൂഷ? ഇതൊന്നും അല്ല ദൈവമക്കളെ ശുശ്രൂഷ. ബൈബിൾ പറയുന്ന ശുശ്രൂഷ നമ്മളിപ്പം വായിച്ച പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, പൗലോസ് പറയുന്നു, അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ പറയുന്നു. ബുദ്ധി ഉപദേശി കണ്ണുനീരോടുകൂടി ഓരോരുത്തരെ നിങ്ങളെ വിളിക്ക് യോഗ്യമാമണം. അതാണ് ശുശ്രൂഷ. ആദ്യം ഞാൻ നിൽക്കണം, എന്നെ വിളിക്ക് യോഗ്യമാമണ്ണം, പിന്നെ അനേകരെ എൻകറേജ് ചെയ്യണം. ആ ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ചാൽ ദൈവം അതിനുള്ള ജ്ഞാനം തരും. 2ാമത്തെ വാക്യം, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം കോർക്കുകയും. ആ ശുശ്രൂഷയിൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്തുവാ? താഴ്മയാണ്. അതുകൊണ്ട് ഇവിടെ എഴുതിയിരിക്കുക, വാക്ക് ഹംബിൾ, പൂർണ്ണ വിനയത്തോടുകൂടി, വാക്ക് വിത്ത് ഓൾ ഹംബിൾനെസ്. ഞാൻ ആ ശുശ്രൂഷ ചെയ്ത് നിവർത്തിക്കുവാൻ, അനേകരെ എൻകറേജ് ചെയ്യുവാൻ, അനേകരെ വിളി അനുസരിച്ച് പണിതെടുക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? എന്നെ തന്നെ പൂർണ്ണ വിനയത്തോടുകൂടി. ദൈവം എന്തനുവദിച്ചാലും അവിടെ ഒന്നും പ്രതികരിക്കാതില്ലേ, ഒരു ശാന്തത വേണം. പൊട്ടിത്തെറിക്കേണ്ട ഏരിയകളിലൊക്കെ എന്ത് ചെയ്യണം? അതിനുള്ള കൃപ നമുക്ക് എല്ലാ ദിവസങ്ങളും ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കാം, പൂർണ്ണ വിനയത്തോടുകൂടി. കാര്യം ദൈവം എന്ത് ചെയ്യുന്നു? താഴ്മയുള്ളവർക്ക് കൃപ പകരുന്നു. അങ്ങനെയല്ലേ പത്രോസ് ലേഖനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച്, ഹി ഗിവ്സ് ഗ്രേസ് ടു ദ ഹംബിൾ. താഴ്മയുള്ളവർക്കാണ് കർത്താവ് എന്ത് ചെയ്യുന്നത്? ഈ കൃപ വേണമല്ലോ. ഈ പൂർണ്ണരായി തീരുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ ബലം കൊണ്ടാണോ? അല്ല, ദൈവത്തിൻ്റെ ബലം കൊണ്ടാണ്. എൻ്റെ ബലഹീനതയുടെ മേൽ ജയിക്കുന്ന എൻ്റെ ബലം കൊണ്ടാണോ? നമുക്കെല്ലാം അറിയാം ഇതുവരെയും പറ്റിയിട്ടില്ല. പിന്നെ നമുക്കപ്പോൾ എന്തുവാ വേണ്ടത്? എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ നിന്നെ എന്ത് ചെയ്യും? തികഞ്ഞവനാക്കി നിർത്തും. അപ്പോൾ ഈ കൃപ ലഭിക്കുന്നത് ആർക്കാണ്? ഇതിനൊരു ഫോർമുല ഉണ്ട്. താഴ്മയുള്ളവർക്ക് കൃപ ലഭിക്കത്തുള്ളൂ, കൃപയുള്ളവർക്ക് ബലം ലഭിക്കത്തുള്ളൂ, ബലമുള്ളവർക്ക് ജയാളികളായി തീരുവാൻ, ദൈവമേൽപ്പിച്ച ഈ അനേകരെ പണിയുന്ന ശുശ്രൂഷ ചെയ്യുവാൻ കഴിയത്തുള്ളൂ.
ശുശ്രൂഷ ഇതാ ദൈവമക്കൾ, ഇതാണ് യഥാർത്ഥ ശുശ്രൂഷ. ഇതിന് സ്തോത്രം അല്ലെങ്കിൽ അവരെ ബന്ധിച്ചു വെച്ചിരിക്കുന്ന പിശാചിനോട് പോരാടുകയും പ്രാർത്ഥിച്ച് ഇതിനൊക്കെ ആത്മാവിൻ്റെ ശക്തിയും വേണം, കൃപയും വേണം. അതുകൊണ്ട് എല്ലാ താഴ്മയോടുകൂടി നടപ്പിന്നാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വാക്യം വായിച്ച് വളരെയധികം സന്തോഷിക്കുമായിരുന്നു. കാര്യം കർത്താവാണ് നമുക്ക് മാതൃക. താഴ്മയുടെ മാതൃക ആരാ? കർത്താവാ. സ്തോത്രം. യെശയ്യാ പ്രവചനം ഒന്ന് വായിച്ച് 57-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ഐസയ്യാ 57:15. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിലും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിലും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടൊക്കെയും വസിക്കുന്നു. ഇതൊരു വലിയ ആഴമുള്ള വാക്യമാണ്. ഒറ്റയടി പ്രാവശ്യം ഞാനൊന്ന് വായിച്ചു പോയി. ഞാൻ അതിലേക്ക് അധികം എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നില്ല. യഹോവയായ ദൈവം പറയുക, ഞാൻ ശരിക്കും മഹത്വത്തിൽ വസിക്കുന്നവനാ, ഭയങ്കരനാ, ഉന്നതനാ, ദ ലോഫ്റ്റി, ദ ഗ്രേറ്റ് എന്നൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. ആ ദൈവം പറയുക, ഞാൻ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന ആരുടെ കൂടെ? ആരുടെ ഹൃദയത്തിലാണ്? താഴ്മയുള്ളവരുടെ ഹൃദയത്തിൽ. ഈ വലിയവനായ ദൈവം തന്നെ തന്നെ താഴ്ത്തി. ഈ താഴ്മയുള്ളവരുടെ ഹൃദയത്തിൽ വസിക്കണേ ദൈവം എന്ത് ചെയ്യണം? തന്നെ യേശു കർത്താവ് അത് ശരിക്കും ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചാണല്ലോ യേശു അത് തന്നെത്താൻ താഴ്ത്തിയിട്ട് താൻ മത്തായി സുവിശേഷത്തിൽ പറയുന്നത് എന്തുവാ? ഞാൻ താഴ്മയുള്ളവനും സൗമ്യമുള്ളവനും എൻ്റെ മുഖമെടുത്ത് എന്നോടുകൂടി അപ്പോൾ കർത്താവ് തന്നെ എന്ത് ചെയ്തു? താഴ്ത്തി. ഞാൻ ഹല്ലേലൂയ താഴ്മയുള്ളവനും സൗമ്യതയുള്ളവൻ. ഇവിടെ യഹോവയായ ദൈവം പറയുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ, ഞാൻ ഭയങ്കരനാ, ഉന്നതനാ, വലിയവനാ, പക്ഷേ ഞാൻ എന്നെ തന്നെ താഴ്ത്തി. താഴ്മയുള്ളവരുടെ കൂടെ ഞാൻ വസിക്കും, അവരുടെ കൂടെ നടക്കും. ദൈവമക്കളെ, കർത്താവ് നമ്മുടെ കൂടെ നടക്കണമെങ്കിൽ, നമുക്ക് കർത്താവിനോടുകൂടി നടക്കണമെങ്കിൽ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കണമെങ്കിൽ ആദ്യം പ്രാപിക്കേണ്ടത് എന്തുവാ? താഴ്മയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ താഴ്മയുടെ ഷോ അല്ല, ശരിക്കും നമ്മളെ തന്നെ ദൈവഹിതത്തിനായിട്ട് താഴ്ത്തുക, കർത്താവിൽ ആശ്രയിക്കുവാൻ താഴ്ത്തുക. ദൈവം എന്തനുവദിച്ചാലും സ്തോത്രം പറയുക. ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്ന ഞാൻ ആരാന്നറിയാവോ? ഞാൻ അങ്ങനെ താഴ്ത്തൊന്നും കൊടുക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്ന ആ വ്യക്തിത്വത്തെ എന്ത് ചെയ്യണം? ആ ജഡമാണ്. ആ ജഡത്തെ പരിശുദ്ധാത്മാവിൽ എന്ത് ചെയ്യണം? അങ്ങ് ഒതുക്കണം. ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വന്നൊന്ന് പൊട്ടിത്തെറിക്കുകയോ ഒന്നും ചില ഡയലോഗ്സൊക്കെ അടിക്കുമ്പോൾ കർത്താവ് പറയും, ശരിയായില്ലല്ലോ സാംസ. അപ്പോൾ എന്ത് ചെയ്യണം? മുറിയിൽ പോയിട്ടിരുന്ന് കുറച്ച് നേരം ഇരുന്നൊന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, അറിയാതെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരുന്ന ഈ ജഡം ഉണ്ടല്ലോ, അതിനെ ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുന്നു? അങ്ങ് ഈ പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. എനിക്ക് വന്ന് നിങ്ങളെ താഴ്ത്താൻ പറ്റത്തില്ല, എനിക്ക് എന്നെ തന്നെ താഴ്ത്താൻ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യണം? കാരണം എന്നാ? താഴ്മയുള്ളവരുടെ കൂടെ ദൈവം വസിക്കത്തുള്ളൂ. താഴ്മയോടുകൂടി എന്നോട് പഠിപ്പീൻ, എൻ്റെ നുഖമെടുത്ത് നടപ്പീൻ. യേശു ആദ്യം മാതൃക കാണിച്ചിട്ടാണ്. യേശു കർത്താവ് മനുഷ്യനായിട്ട് വന്ന് മനുഷ്യനായിട്ടാണ് ഇതെല്ലാം മാതൃക കാണിച്ചത്. എന്നിട്ടാണ് നമ്മളോട് പറയുന്നത് സ്തോത്രം. അതുകൊണ്ട് മനസ്സിലായോ, നമുക്കിപ്പം അഹങ്കരിക്കാനുള്ള ദൈവം തരാത്ത എന്തുകൊണ്ടാണ്? ദൈവമക്കൾക്ക് നമ്മളൊക്കെ പലപ്പോഴും പറയും, എത്ര ദൈവദാസന്മാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് അവരെ പോലെ ആകാൻ പറ്റില്ല, എനിക്ക് ഇവരെ പോലെ ആകാൻ പറ്റില്ല, അവർ കണ്ടില്ല അങ്ങനെ ഇങ്ങനെ. ദൈവദാസന്മാർ പ്രായമുള്ള എന്നോട് വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവസന്ധി എന്നാണ് പറയുന്നത്. ഡോക്ടറേറ്റൊക്കെ എടുത്ത ദൈവദാസന്മാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അടുപ്പം കൊണ്ടാകട്ടോ, നമ്മുടെ സ്നേഹിതരെല്ലാം ദൈവദാസന്മാരാണല്ലോ. അല്ലെങ്കിൽ എത്ര പേര് തുറന്ന് സംസാരിക്കുമ്പോൾ അവരെ പോലെ കണ്ടോ, അവരിങ്ങനെ ആ പ്രസ്ഥാനം. ഞാൻ നേരത്തെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ടതായിരുന്നു, നേരത്തെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. എത്ര ദൈവമക്കൾ ഇത് പറയുന്നുണ്ടെന്നറിയാം. നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്താലും കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം സീറോ ആക്കിയിട്ട് കർത്താവ് നടത്തുന്ന ഒരു അനുഭവമുണ്ട്, മോശെ നടത്തിയ പോലെ. അത് ആരുടെ അനുഭവം? അത് ദൈവത്തിൻ്റെ പ്രക്രിയയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ദോഷത്തിനല്ല. അപ്പോഴും നമ്മളെന്തോ ശ്രമിക്കുന്നത്? പിന്നെയും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒന്ന് വർദ്ധിക്കുവാൻ, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ച് ലോകമനുഷ്യരുടെ ഭാഷയെ പറഞ്ഞ കര കയറാൻ. ആരാ പറഞ്ഞത് നമ്മൾ ചള്ളക്കുഴിയിലാണ്? നമ്മളെ കർത്താവ് ക്രിസ്തു എന്ന പാറമേൽ നിർത്തിയിരിക്കുമല്ലേ. ഇനി തീരുമാനിക്കുന്നത് ആരാ? രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും രക്ഷിതാവായി കർത്താവിനെ സ്വീകരിച്ചപ്പോൾ ഇന്ന് തൊട്ട് യേശുവിനെ എൻ്റെ രക്ഷിതാവായിട്ടും യജമാനനുമായിട്ടും കർത്താവുമായിട്ടും സ്വീകരിച്ചതല്ലേ. തീരുമാനമെടുക്കേണ്ടത് കർത്താവാണ്, പ്രൊവൈഡ് ചെയ്യേണ്ടത് ആരാ? കർത്താവാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ എന്ത് കൊടുത്താലും അവർക്ക് ഹാപ്പിയാണ്, ഡ്രസ്സ് എന്തിട്ടാലും അവർ ഹാപ്പിയാണ്, ആഹാരം എന്ത് കൊടുത്താലും അവർ ഹാപ്പിയാണ്. അവർക്കതേ അറിയത്തുള്ളൂ. എൻ്റെ പപ്പ തന്നു, മമ്മി തന്നു, ഹാപ്പിയാണ്. ഇതേ കുഞ്ഞുങ്ങളൊരു ഇച്ചിരി കഴിയട്ടെ, ഡ്രസ്സിനൊരു പരാതി, അത് സന്തോഷമില്ല. പിന്നെ അവർക്കൊക്കെ കണ്ടില്ലേ വാങ്ങിച്ചു കൊടുത്ത്, എനിക്ക് കണ്ടില്ലേ പപ്പ ഇന്നതാ ചെയ്തത്.
ആണുങ്ങളാണെങ്കിലും പെൺകുഞ്ഞുങ്ങളാണെങ്കിലും ഒക്കെ ഇതാ എല്ലാത്തിനും ആഹാരമൊക്കെ ഇച്ചിരി കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞ് ഒരു 10, 17, 18, 10, 20 വയസ്സൊക്കെ ആകുമ്പോഴാണ് ചിലരുടെ അടുത്ത സ്റ്റേജ് തുടങ്ങുന്നത്. ആഹാരമൊക്കെ അങ്ങോട്ട് വലിച്ചെറിയും. ഇതൊന്നും എനിക്ക് വേണ്ടത് കയ്യിലിരിക്കട്ടെ, ചെറിയൊരു ജോലിയും കൂടി കിട്ടിയാൽ, എവിടെയെങ്കിലും ഒരു പാർട്ട് ടൈം ജോലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൊച്ചു ജോലിയും കൂടി കിട്ടിയാൽ പിന്നെ പറയും വേണ്ട. പിന്നെ പേരൻസ് പറയുന്നതൊക്കെ കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്നാ, ഞാൻ എന്തോ നായി. പ്രൈസ് ലോർഡ്. ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ആശ്രയിക്കുന്നുണ്ടാണ് പലപ്പോഴും കർത്താവിൻ്റെ ആ നടത്തിപ്പിൽ ഒതുങ്ങിയിരിക്കുവാൻ കഴിയാത്തത്. നമ്മുടെ ഏതാണ്ട് കഴിവിൽ ആ കാര്യങ്ങൾ ഓടുന്നതെന്ന് ഇപ്പോഴും ചിന്തയാണ്. പൊട്ടന്മാരാന്നേ, പൊട്ട ചിന്തയാന്നേ. അങ്ങനെ ചിന്തിക്കുന്നവർ ബോഷന്മാരാന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എത്ര നമ്മൾ അധ്വാനിച്ചാലും അത് ഫലവത്താക്കി തീർക്കണമെങ്കിൽ ആര് സമ്മതിക്കണം? അവിടെ എന്നെയും നിങ്ങളെയും ഒക്കെ പല സോഴ്സസ് ഉണ്ട്. നമുക്ക് കഴിവില്ലാത്തവരാണോ? ഇവിടെ ഇരിക്കുന്നവരെല്ലാം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, ഭയങ്കരമാരാ. ഒന്ന് ബിസിനസ് ചെയ്യാനോ, ഒന്ന് ലോകത്തിലോട്ടൊന്ന് ഇറക്കി വിട്ടാൽ, ഒന്ന് ദൈവം അതിരുകളെ ഒന്ന് തുറന്നൊന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ അറിയാം. മൾട്ടി ടാലൻറ്റഡ് ആൾക്കാരാണ്. പക്ഷേ ഒതുക്കി ഇരുത്തിയിരിക്കുന്ന ആരാ? എന്നെയും നമ്മളെ ഓരോരുത്തരെയും ആരാ? ദൈവം തരുന്നത് കൊണ്ട് തൃപ്തിയായിട്ട് പോകാൻ ദൈവം അനുവദിച്ച് ഇരുത്തിയിരിക്കുന്നത് ആരാ? സ്നേഹിക്കുന്നുണ്ട് ദൈവമക്കളെ. കാര്യം താഴ്മയോടുകൂടി നിൽക്കുവാൻ. അല്ലെങ്കിൽ ഞാനാണേലും നിങ്ങളാണെങ്കിലും അല്പം കൂടുതൽ കിട്ടിയാൽ എന്തു ചെയ്യും? നമ്മൾ മനുഷ്യനല്ലേ, ഞാനും അഹങ്കരിച്ചു പോകും, നിങ്ങളും അഹങ്കരിച്ചു പോകും. നീ ആരെങ്കിലും അഹങ്കരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ പോഷ്കാന്നേ, കള്ളത്തര. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിയാത്തതുകൊണ്ടാണ്. ബൈബിള് പറയുന്നു, സൃഷ്ടിച്ച ദൈവം പറയുന്നു, അല്പം കൂടുതൽ കിട്ടിയാൽ ചീർത്തു പോകുന്നു. പൗലോസ് അപ്പോസ്തലൻ എത്ര പ്രാവശ്യമാണ് സഭയെ ഓർപ്പിക്കുന്നത്? ചീർത്ത് പോകാതെ, ഡോണ്ട് ബി പഫ്ഡ് അപ്പ്, ചീർത്ത് പോകാതെ. സ്തോത്രം. ഒന്ന് ഒതുങ്ങുന്നേ, ഒന്ന് താഴ്ന്നേ. ചില നാട്ടിലെ ആൾക്കാർ പറയുമ്പോൾ തറയെ നിൽക്കുന്നേ, എവിടെ ഈ പൊങ്ങിപ്പോകുന്നത്? തറയെ നിൽക്കുക. സ്തോത്രം. ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കുവാൻ. സങ്കീർത്തനക്കാരനായ ദാവീദിനെ പോലും കർത്താവാണ് എന്നെ നടത്തും. ഞാനിപ്പം പോകുന്ന ആ വഴിയുടെ പേര് മരുഭൂമി യാത്ര എന്നാണ്. ഇതിൻ്റെ പേരെന്തുവാ? പട്ടണത്തിൽ കൂടെയുള്ള ഹൈവേ അല്ല, ഇത് മരുഭൂമി യാത്ര. ക്രൂശ് എടുത്തുകൊണ്ട് ഞാൻ താഴ്മയും സൗമ്യതയും ഉള്ളവനായതുകൊണ്ട് എൻ്റെ നുഖമെടുത്ത് എന്നോടുകൂടി പഠിപ്പീൻ. ലേൺ ഫ്രം മീ. ആരാ പറഞ്ഞിരിക്കുന്നത്? പാസ്റ്റർ അല്ല, യേശുവാ പറഞ്ഞിരിക്കുന്നത്. ഞാനും യേശുവിൻ്റെ നുഖമെടുത്തുകൊണ്ട് യേശുവിൽ നിന്നാണ് പഠിക്കേണ്ടത്. നിങ്ങളും എവിടെ നിന്നാണ് പഠിക്കേണ്ടത്? ടേക്ക് ദ യോക്ക്. അല്ല, ആ കുരിശെടുത്തുകൊണ്ട്, ആ നുഖമെടുത്തുകൊണ്ട് എന്നെ വിളിച്ച വിളി അനുസരിച്ച് വിശ്വസ്തരാക്കി തീർക്കുവാനുള്ള നുഖമാണ് കർത്താവ്. ആ ലോഡാണ് കർത്താവ്, ട്രെയിനിങ് ആണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നതൊന്നും ദോഷത്തിനല്ല. അയ്യോ ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ ഓർത്ത് അയ്യോ അങ്ങനെ ചെയ്തായിരുന്നു, ഇങ്ങനെ ഒന്നും നടക്കത്തില്ല. ഇനി മുൻപോട്ടുള്ള കാര്യവും ആരാ നമ്മളെ നടത്താൻ പോകുന്നത്? ദൈവത്തിൻ്റെ നടത്തിപ്പിനെ ഓർത്തൊന്ന്. സ്തോത്രമൊന്നും കേൾക്കുന്നില്ല. ഇനി മുൻപോട്ടും ആരാ നമ്മളെ നടത്താൻ പോകുന്നത്? കർത്താവിൻ്റെ നടത്തിപ്പിന്. ആ നടത്തിപ്പിൻ്റെ അകത്ത് എല്ലാം ഉണ്ടെന്നേ. സൗഖ്യമുണ്ട്, അതിൻ്റെ അകത്ത് ജ്ഞാനമുണ്ട്, അതിൻ്റെ അകത്ത് കൃപയുണ്ട്, അതിൻ്റെ അകത്ത് പരിജ്ഞാനമുണ്ട്, അതിൻ്റെ അകത്ത് ഹല്ലേലൂയ ലോകമനുഷ്യരോടും നമ്മളൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിന് വേണ്ടി ഏത് ചക്രവർത്തിയോടാണ് മുഖത്ത് നോക്കി കൃപയോടുകൂടി സംസാരിക്കാൻ ധൈര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ടു സ്റ്റാൻഡ് ഫോർ യുവർ ഡിസിഷൻസ്. എടുത്ത തീരുമാനത്തിൽ നിൽക്കുവാൻ അതിൻ്റെ അകത്തുള്ള ധൈര്യം ഈ കൃപയ്ക്കകത്തുണ്ടെന്നേ. ഇത് കൃപ പാക്കേജിൻ്റെ അകത്തുണ്ട്. ഇതെല്ലാം ഉണ്ട്. കൃപ പ്രാപിക്കുവാൻ. അതുകൊണ്ട് ഇവരോട് ഓർപ്പിക്കുക, എഫെസോസിലെ ദേശത്തോട് ഓർപ്പിക്കുക, അർത്തമീസ് ദേവിയോട് പോരാടി നിൽക്കുക. പ്ലീസ് നിങ്ങളെ കൃപയിൽ നിന്ന് മാറ്റി. കഷ്ടതയൊക്കെ ഇട്ട് ശ്രമിക്കും, പിന്നെ അവസാനം നന്മ കൊടുത്ത് പണം കൊടുത്ത് അങ്ങ് കൃപ വിളിയിൽ നിന്ന് അങ്ങ് മാറ്റിക്കളെ. അങ്ങനെയല്ല ദൈവമക്കളെയൊക്കെ ഈ നാളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് എഫെസോസിലെ ദൈവമക്കളോട് പറയുവാനോ, ഹല്ലേലൂയ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് അത്യധ്വാനിക്കുന്നത് എന്തിനാണ്? കൃപയിൽ നിൽക്കുവാൻ. എല്ലാ താഴ്മയോടുകൂടി, ഇല്ലേ, സൗമ്യതയുള്ളവർ. താഴ്മയും സൗമ്യതയും എവിടെ പറയുന്നത്? വിത്ത് ഓൾ മീക്ക്നെസ്. അല്ല, ഇവിടെ കർത്താവ് എന്തോ പറയുന്നത്? മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിലൊക്കെ എഴുതിയിട്ടില്ലേ? സൗമ്യത ഉള്ളവൻ ഭാഗ്യവാൻ. ദീർഘക്ഷമ, സൗമ്യത, ഇത് ദൈവമക്കളുടെ ക്വാളിറ്റിയും ക്യാരക്ടറും ആയി തീരട്ടെ. എൻ്റെയും നിങ്ങളുടെയും. ഞാൻ പറഞ്ഞില്ലേ, ഈ വിശ്വാസത്തിൽ വരുമ്പോൾ നമ്മൾ എന്തും കർത്താവ് പറഞ്ഞാൽ അനുസരിക്കാൻ റെഡിയാണ്. രക്ഷിക്കപ്പെട്ട നാളുകൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ ഭയങ്കരമാരായി തീരുവാൻ.
നമ്മളോട് ഇടപെടുന്നവർക്കും തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവും, വേദന ഉണ്ടാവുക, കയ്പുണ്ടാവുക. താഴ്മയോടുകൂടി നിൽക്കുന്നേ, ദീർഘക്ഷമയിൽ നടക്കുക, സ്നേഹത്തിൽ നടക്കുക, ഐക്യതയിൽ നടക്കുക. ഇങ്ങനല്ലേ എല്ലായിടത്തും പ്രബോധിപ്പിക്കുന്നത്. ഞാൻ ആ റെഫറൻസസ് ഒന്നും എടുക്കുന്നില്ല. അടുത്ത വാക്യത്തിലേക്ക് പോകാം. സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യും. ഇവിടെ സ്നേഹം കണ്ടു, ഐക്യത കണ്ടു, താഴ്മ കണ്ടു, ദീർഘക്ഷമ കണ്ടു. അതെല്ലാം ചേർത്ത് ഇവിടെ എഴുതിയിരിക്കുക. സ്നേഹത്തിൽ എന്ത് ചെയ്യണം? കൊലോസ്യ ലേഖനത്തിൻ്റെ അകത്ത് ഒരു വാക്യമുണ്ട്, പെട്ടെന്ന് നമുക്കൊന്ന് എടുക്കാം. 3-ാം അധ്യായം അതിൻ്റെ 12, 13, 14 ഒന്ന് വായിച്ചേ. കൊലോസിയൻസ് 3:12-14. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായും മനസ്സലിവ്, ദയ, വിശുദ്ധന്മാരും ദൈവത്തിൻ്റെ പ്രിയ കുഞ്ഞുങ്ങളോട് കർത്താവ് പരിശുദ്ധാത്മാവിൽ പറയുക. അപ്പോസ്തലൻ ഓർപ്പിക്കുക. ഒന്ന്, മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്തു. സഭയിൽ ദൈവമക്കൾ മധ്യത്തിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കും. എന്തു ചെയ്യണം? അന്യോന്യം ക്ഷമിച്ച് ദീർഘക്ഷമയോടുകൂടി, കൃപയോടുകൂടി, പരിജ്ഞാനത്തോടുകൂടി, താഴ്മയോടുകൂടി. ഇതെല്ലാം ആ ക്വാളിറ്റീസ് കണ്ടോ? ദൈവത്തിൻ്റെ മക്കൾക്കുണ്ടാകേണ്ട ക്വാളിറ്റീസ്. കുറവുള്ളിടത്ത് എന്ത് ചെയ്യണം? എനിക്ക് ഏതെങ്കിലും ഒരു ഏരിയ കുറവുണ്ടെങ്കിൽ ആരോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് ആ ഏരിയയിൽ എന്ത് ചെയ്യും? കൃപ പകരും. കൃപയുടെ ഒരു പ്രത്യേകത, കുറവുള്ളിടത്തെല്ലാം ആ കൃപ വ്യാപരിക്കും. കുറവുള്ള ഏരിയയിൽ ആ കൃപ അങ്ങോട്ട് കയറി അതിനെ ഫില്ലാക്കും. ഞാൻ പലപ്പോഴും ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കെല്ലാം ഉള്ളൊരു പഞ്ചർ കിറ്റുണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസ്, EVക്കെല്ലാം അതാണ്. പുതിയ കാറുകൾക്കെല്ലാം ഇപ്പോൾ ഒരു പ്രത്യേക സ്റ്റെപ്പിനി ഇല്ല. ഞാനും അതിൻ്റെ ഒരു കെമിക്കൽ ഉണ്ടാക്കുന്ന ഒരാളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ആവശ്യത്തിന് ചെന്നപ്പോൾ പുള്ളി എനിക്ക് 2 കുപ്പി ആ പശ എടുത്ത് തന്നു. വീട്ടിൽ വെച്ചിട്ടുണ്ട്, ഇതുവരെ വണ്ടിക്കകത്ത് ഒഴിച്ചില്ല. ഈ പ്രത്യേകത, ഈ പശ ഒരു പ്രത്യേകത. ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കെല്ലാം ആ കിറ്റുണ്ട്. ആകാതിരിക്കാനും ആയാലും നമ്മൾ വണ്ടിക്കകത്തോട്ട് അതിൻ്റെ ആ വാൽവ് തുറന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതവിടെ കിടന്ന് എപ്പോഴും ഇങ്ങനെ റോൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു കുഴപ്പമില്ല. എവിടെയെങ്കിലും ടയറിന് ഒരു കുറവുണ്ടായാലും ഒന്ന് കീറുവോ ഒരു കിഴുത്തോ ഉണ്ടാവുകയോ ചെയ്താൽ ഈ റോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പശ എന്ത് ചെയ്യും? അവിടെ ചെന്നിട്ട് അങ്ങ് ഫില്ലാവും. അതിൻ്റെ വെളിവശം എയർ കാണുമ്പോൾ അവിടെ അങ്ങ് ഉണങ്ങുകയും ചെയ്യും. അപ്പോൾ അവിടെ എന്തുവാ സംഭവിച്ചത്? ഒരിക്കലും പഞ്ചറാകാത്ത ടയർ. പുതിയ ടെക്നോളജിയാണ്. കുറേ നാളായി, 4-5 വർഷമായി. അതിപ്പോൾ ഒത്തിരി വണ്ടികൾ വരുന്നു. ഇപ്പം പുതിയ വണ്ടികൾക്ക് ഞാൻ പലരും എന്നോട് പറഞ്ഞു സ്റ്റെപ്പിനി ഇല്ല, ഇതിൻ്റെ 2 കുപ്പി അങ്ങോട്ട് കൊടുത്തു വിട്ടിരിക്കുക, ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചോളാൻ. അപ്പം കുറവുള്ളിടത്ത് ഈ പശ എന്ത് ചെയ്യും? അതവിടെ ചെന്നിട്ട് അങ്ങ് നികത്തി ആ പഴയ ഷേപ്പ് അവിടെ ഉണ്ടാക്കും. ഞാൻ ജസ്റ്റ് ഒരു ടെക്നിക്കൽ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കൃപയുടെ പ്രത്യേകത എന്തുവാ? എനിക്ക് ഒരു ഏരിയയിൽ കുറവുണ്ടെങ്കിൽ അവിടെ കൃപ അങ്ങ് നിറയ്ക്കും, അങ്ങ് പൊതിയും. എൻ്റെ കുറവ് പബ്ലിക്കിൽ വെളിപ്പെടാതിരിക്കാൻ ആ കൃപ എന്ത് ചെയ്യും? അങ്ങ് പൊതിയും. ആ പാപത്തിൽ, ആ കുറവിൽ നടക്കാനല്ല എൻ്റെ അർത്ഥം. ഈ പൊതിഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഏരിയ പണിയപ്പെടുക, പണിതോണം, പടിക്കായിട്ട് സമർപ്പിച്ചോണം. വേറെ എൻ്റെ ഒരു നമുക്കെല്ലാം വ്യക്തിത്വങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്ക് പേഴ്സണാലിറ്റി ഡിഫറൻസസ് ഉണ്ട്. നമ്മൾ വളർന്ന സാഹചര്യം, നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം, കുടുംബ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കുറവുകളുണ്ട്. എല്ലാം ഒന്നും നല്ലതല്ലാത്ത അഴുക്കായ ഒത്തിരി കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വ്യക്തിത്വത്തിലും സ്വഭാവത്തിലുമുണ്ട്. അതെല്ലാം നമ്മുടെ കുറവുകളാണ്. ഇതും കൊണ്ടൊക്കെ നമ്മൾ അവിടെ ചെന്നാൽ പണ്ടാരണ്ട് പറഞ്ഞല്ലോ, അവിടെ ചന്തയാക്കും നമ്മൾ. ആ സ്വർഗം എന്താക്കി തീർക്കും? മനോഹരമായ അനുസരണം മാത്രമുള്ള ദൂതന്മാർ മുഖം മറച്ച് പറന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ആ സ്വർഗീയ അനുഭവം നമ്മൾ എന്താക്കി തീർക്കും? ഈ അസൂയയും കുശുമ്പും മത്സരവും പോരാട്ടവും ഈ വായെടുത്ത ആരെന്നൊക്കെ വായി തോന്നി പറയുന്ന ഡയലോഗും നമ്മൾ ശരിക്കും അതങ്ങ് ചന്തയാക്കി കളയും. കർത്താവ് അത് അനുവദിക്കുമോ? ഇവിടെ നിന്ന് രൂപാന്തരം പ്രാപിക്കുന്നവരെ അങ്ങോട്ട് പോകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഡയലോഗുകൾക്ക് മാറ്റം വരേണ്ടത്. നമ്മുടെ എല്ലാ ഏരിയയിലും പരിജ്ഞാനമില്ലാത്ത ഏരിയയിലൊക്കെ ഈ കൃപ പകരട്ടെ. ലോകസ്നേഹമുള്ള ഏരിയകൾ കാണും, ദ്രവ്യാഗ്രഹമുള്ള ഏരിയകൾ കാണും, വ്യഭിചാര ചിന്തകൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഏരിയകൾ കാണും, സ്വാർത്ഥത വരുന്ന ഏരിയകൾ കാണും, മത്സരം വരുന്ന ഏരിയകൾ കാണും. വേറെ ആടെ സന്തോഷത്തിൽ അങ്ങോട്ട് സന്തോഷിക്കാൻ കഴിയാതെ അതിൻ്റെ അകത്തൊരു ഒരു അസൂയ വരുന്ന എൻവി വരുന്ന ഏരിയകൾ കാണും. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന ഏരിയകൾ കാണും, അതിൽ സന്തോഷിക്കുന്ന ഏരിയ കാണും. ആൾക്കാരുടെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നവർ കാണും. ഇവിടെ എല്ലാം കൃപ പകരട്ടെ. ഞാനും നിങ്ങളും ആരെ പോലായിത്തീരണം? യേശുവിനെ പോലായിട്ട്. കൊലോസ്യ ലേഖനത്തിൽ ആ കൊലോസ്യ ലേഖനത്തിൻ്റെ അകത്ത് തുടക്കത്തിൽ 12-ാമത്തെ വാക്യത്തിൽ ഈ ക്വാളിറ്റി എല്ലാം നമുക്ക് കാണാം. സ്നേഹം, സൗമ്യത, താഴ്മ, ക്ഷമിക്കുവാൻ,
അതുതന്നെയാണ് ഇവിടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ 3-ാം അധ്യായത്തിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആ ക്വാളിറ്റീസ് എല്ലാം കാണുന്നു. 3-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചാൽ, അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും സി ചെയ്യുവിൻ. അത് എന്നാണെന്നറിയാം, ഇവിടെ ഈ ഐക്യതയെ പറ്റി പറയുന്നത്, ക്ഷമയെ പറ്റി പറയുന്നത്, സ്നേഹത്തെ പറ്റി പറയുന്നത് എല്ലാ ലേഖനത്തിൻ്റെ അകത്തും എഴുതിയിട്ടുണ്ട്. ബി യുണൈറ്റഡ് ഇൻ ദ സ്പിരിറ്റ്. നമ്മൾ ഒന്നിച്ച് ചേർന്നാലേ കർത്താവിൻ്റെ ആ വലിയ പ്രവൃത്തി ഈ കൊച്ചി ദേശത്ത് നടക്കത്തുള്ളൂ, ഈ പട്ടണത്തിൽ നടക്കത്തുള്ളൂ. എല്ലാവരും ഐക്യതയോട്. ഇന്ന് സഭയിൽ എന്തോ കൊച്ചു സഭയായിരിക്കുമ്പോഴും തുടക്കത്തിലൊക്കെ ഭയങ്കര ഐക്യതയാണ്. സഭ വളരുന്ന അനുസരിച്ച് മത്സരം, ഐക്യത പോയി, പരിശുദ്ധാത്മാവ് വിട്ടുപോയി. പിന്നെ എങ്ങനെയൊക്കെയോ പ്രസ്ഥാനം ഇങ്ങനെ അങ്ങ് അഡ്മിനിസ്ട്രേഷനിൽ അങ്ങ് പോകാമെന്നല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ല, വിശുദ്ധീകരണമില്ല, ദൈവം പിന്നെ ആ കൂട്ടായ്മയിൽ പ്രവർത്തിക്കത്തില്ല. അങ്ങനെ നമ്മൾ പൊതുവേ കണ്ടുവരുന്നത്. എല്ലാ കൂട്ടായ്മകളുടെ തുടക്കം നല്ല മനോഹരമാണ്, ഭയങ്കര സ്നേഹമാണ്. പലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെയും കൂട്ടായ്മ തുടങ്ങുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനല്ല. കൃപയാൽ നമ്മുടെ കൂട്ടായ്മയിൽ ഇപ്പോഴും ആ സ്നേഹത്തിലും താഴ്മയിലും ഐക്യതയിലും പരിജ്ഞാനത്തിലും അന്യോന്യം ക്ഷമിച്ചും ഒക്കെ നിൽക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, പല ടൈപ്പ് ആൾക്കാരാണ് നമ്മൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചിലരുടെ സ്വഭാവങ്ങൾ, ചില രീതികളൊക്കെ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടാതൊക്കെ ഇരിക്കും. പക്ഷേ അവിടെ എല്ലാം കൃപ പകരട്ടെ, മാറ്റം വരേണ്ട ഏരിയകൾ മാറ്റം വരട്ടെ. നമ്മൾക്കും എന്ത് ചെയ്യാൻ, ക്ഷമിക്കുവാനും സഹിക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള മനസ്സ് കർത്താവ് തരട്ടെ. ആത്മാവിൽ ഐക്യപ്പെട്ടാൽ ഈ പറയുന്ന ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ മധ്യത്തിൽ നടക്കത്തുള്ളൂ. വിളിച്ച വിളി അനുസരിച്ച് നിൽക്കണ്ടേ, കർത്താവിന് വേണ്ടി ശക്തമായി നിൽക്കണ്ടേ. ഒത്തിരി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാനുണ്ട്, അത് ഐക്യതയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയേക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മാവിൽ ഐക്യതയിൽ. എല്ലാ ലേഖനത്തിലും എഴുതിയിട്ടുണ്ട്, ബി യുണൈറ്റഡ് ഇൻ ദ സ്പിരിറ്റ്. ഐക്യതയിൽ. ഒരാൾ ഒരു പണി ചെയ്യുന്നതിനേക്കാൾ നമ്മളെല്ലാം കൂടി കൂട്ടത്തിൽ കൂടി ആ പണി ചെയ്ത് കഴിഞ്ഞാൽ എത്ര സന്തോഷമായില്ലേ. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഇന്ത്യ ഒരു മഹാരാജ്യം എന്നാണ് പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്, മഹാരാജ്യം. ആ ഐക്യതയൊക്കെ പോയി. പണ്ട് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ അവർ ആദ്യം ചെയ്തത് എന്തുവാ, ഇവിടെ രാജാക്കന്മാരെ തമ്മിൽ തല്ലിച്ചു, പല വ്യത്യാസങ്ങൾ പറഞ്ഞ്, വർഗവ്യത്യാസം, ദേശവ്യത്യാസം, ഭാഷ വ്യത്യാസം, കൾച്ചറിൻ്റെ വ്യത്യാസമൊക്കെ പറഞ്ഞിട്ട് രാജാക്കന്മാരെ തമ്മിൽ, ആൾക്കാരെ തമ്മിൽ, സംസ്ഥാനങ്ങൾ തമ്മിൽ തല്ലിച്ചു. ഇന്ത്യ മഹാരാജ്യമൊക്കെ പോയിട്ട് ഒരു അടിമകളായിട്ട്, അല്ലെങ്കിൽ വേറൊരു പല രാജ്യങ്ങളുടെ, പോർട്ടുഗീസ് വന്നു, ഫ്രഞ്ച് വന്നു, ഡച്ച് വന്നു, ബ്രിട്ടീഷ് ഒത്തിരി ഭരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു രീതിയിൽ കർത്താവ് എന്തോ ദൈവത്തിന് നമ്മളെപ്പറ്റിയൊക്കെ ഒരു പദ്ധതി ഉള്ളതുകൊണ്ടും ഈ രാജ്യത്തിൽ നിന്ന് പല രാജ്യത്തിലേക്ക് സുവിശേഷം എത്തേണ്ടതുകൊണ്ടും ഞാൻ വിശ്വസിക്കുന്നു ഈ കുഞ്ഞ് കേരളം ഇന്ത്യയിലുള്ളത് കൊണ്ടുമൊക്കെ, കേരളത്തിലല്ല ഇത്രയും ദൈവമക്കളും സുവിശേഷകരും ഒക്കെ ഉള്ളത്. പണ്ട് അപ്പോസ്തലൻ ഡയറക്റ്റായിട്ടോ അല്ല അപ്പോസ്തലൻ്റെ ശിഷ്യനോ ആരോ ഇവിടെ പണ്ട് വന്നിട്ടുണ്ട്, ഒരു സുവിശേഷ വിത്ത് വീണ ദേശം. അതുകൊണ്ട് സ്നേഹിച്ച് നമ്മുടെ ഭാരതത്തെ തിരിച്ച് ഒന്നിച്ചിങ്ങ് തന്നു. പക്ഷേങ്കിൽ ഇപ്പോഴും ഐക്യതയൊന്നുമില്ല. അപ്പം ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് എപ്പോഴും ചെയ്യുന്ന എന്തുവാ, ഈ പിശാചിൻ്റെ ആത്മാവിലാണ് അന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഇതൊക്കെ ചെയ്തത്. ബ്രിട്ടീഷുകാർ അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ പ്രയോജനത്തിന് വേണ്ടി. അപ്പോൾ ഇപ്പോഴും ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്ന ദുഷ്ടശക്തികൾ നമ്മുടെ മധ്യത്തിലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും ഐക്യത കെടുത്തുക, സ്നേഹം കെടുത്തുക. ഐക്യതയിൽ നിന്നാൽ ദൈവമക്കളെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ എത്ര പേരാണ് അന്യോന്യം ഓർത്ത് പ്രാർത്ഥിക്കുന്നത്? എല്ലാവരും ജോലിയിൽ ബിസിയാണ്, വൈകിട്ട് വരെയും ജോലിയാണ്, ശരിയാ, അതൊക്കെ അറിയാം. കുറച്ച് 8 മണിക്കൂറല്ലേ ജോലിയുള്ളൂ. 8 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെല്ലുന്ന ലേബർ നിയമം ഉണ്ടല്ലോ, അത്രയല്ലേ ഉള്ളൂ. 8ൻ്റെ ബാക്കി 16 മണിക്കൂർ കിടക്കുന്നല്ലോ. അപ്പോൾ അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. 8 മണിക്കൂർ ജോലിയൊന്നും കൂട്ട് സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രശ്നങ്ങൾ മാറുന്ന എപ്പോഴാണ്? നമ്മൾ നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് എല്ലാ ദിവസവും. നിങ്ങൾക്ക് എല്ലാവരുടെയും പേരൊന്നും അറിയത്തില്ല, ഞാൻ ലിസ്റ്റ് അയച്ചു തരാം. ഞാൻ ഒന്നുകൂടി വേണേ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് ലിസ്റ്റ് ഇടാം. എല്ലാവരുടെയും പേര് പറഞ്ഞ് ഓർത്ത് വെറുതെ ഇങ്ങനെ അനുഗ്രഹിക്കണേ, ഇന്ന കുടുംബത്തെ അനുഗ്രഹിക്കണേ, ഇന്ന കുടുംബത്തെ അനുഗ്രഹിക്കണേ, ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ പ്രാർത്ഥന അല്ല. ഓരോ വിഷയങ്ങൾ അറിഞ്ഞ് ആത്മാവിൽ അറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ. അപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തും. സ്നേഹിച്ച് പ്രാർത്ഥിക്കുവാൻ, അവർ ഓരോരുത്തരുടെ ആത്മീയ ബലം പ്രാർത്ഥിക്കുവാൻ. എവിടെയെങ്കിലും ആത്മീയ ക്ഷീണം ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് അത് വിവേചിക്കുവാനുള്ള കൃപ നമുക്ക് തരട്ടെ, എ ഗിഫ്റ്റ് ഓഫ് ഡിസേണിങ്. അങ്ങനെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, ഒരാൾ ചെയ്യുന്നതിനേക്കാൾ ഒരു പാസ്റ്റർ വിചാരിച്ചാൽ ഇവിടെ ഒന്നും നടക്കത്തില്ല. കവർ ചെയ്യാൻ പറ്റത്തില്ല, ഈ ദേശം ഭവനങ്ങൾ കവർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാവരോടും ചേർന്ന് നിന്നാൽ ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഇപ്പോൾ ഒരു കാടുണ്ട്, ഒരു ചെറിയ ഇതുണ്ട്. ഞാൻ തന്നെ ഇരുന്ന് കുറച്ച് ദിവസം കളയ്ക്കേണ്ടി വരും. പക്ഷെ നമ്മളെല്ലാം കൂടി ചേർന്ന് ഇരുന്നാൽ 1 മണിക്കൂർ കൊണ്ട് പണി തീരും, ഇല്ലേ?
അപ്പോൾ ഐക്യതയിൽ നിന്നാൽ നടക്കുമോ? ആവശ്യബോധം ഉണ്ടേ നടക്കുമോ? അപ്പോൾ സഭ മുഴുവനും ഈ കൊച്ചി പട്ടണത്തിൽ നമ്മളെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ പ്രവർത്തനം നടക്കും. നമ്മൾ പ്രവർത്തിക്കുന്നില്ല വേണ്ട പോലെ. ഞാൻ അതുകൊണ്ട് ഈ ആൾക്കാരോടൊക്കെ ഫ്രണ്ടിലോട് ചേർന്നിരിക്കാൻ പറഞ്ഞു. നമുക്ക് ഇപ്പോൾ ഈ ഹോളെ തന്നിരിക്കുന്നത് ഇത് നിറയുമ്പോൾ കർത്താവ് വേറെ ഹോൾ തരുന്നേ. ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതൊക്കെ ഇന്നോട്ട് തീരുമാനമെടുക്കാൻ കർത്താവ് ഞങ്ങൾ ഐക്യതയോടുകൂടി ഈ ദേശത്ത് ഈ ഐക്യതയൊക്കെ ഇടയ്ക്ക് വരുവാനാണ് ഒരു കാലുകളിൽ ശുശ്രൂഷയൊക്കെ നടത്തുന്നത്. ശിഷ്യന്മാരുടെ കാല് കഴിയുമ്പോൾ നിങ്ങൾ അന്യോന്യം കഴുകുവീൻ, ഡു വാഷ് എന്നൊരു കൽപ്പനയായിട്ട് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. കാലുകൾ ശുശ്രൂഷയും തിരുവത്താഴമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ എന്തോ അക്ഷരികമായിട്ടുണ്ടാകുന്നു? താഴ്മ, സ്നേഹം, ഐക്യത. കാലിൽ ചെളി പോകുന്ന ശുശ്രൂഷയല്ല. നമ്മളെല്ലാം കുളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തുവാ സംഭവിക്കുന്നത്? ഞാനും നമ്മുടെ സ്വന്തം അപ്പൻ്റെ അമ്മയുടെയൊക്കെ കാല് തീരുമാനമൊക്കെ നമുക്കൊരു മടിയില്ല. വേറെ ആരെങ്കിലും കാലെ പിടിക്കാനൊന്നും എന്നെക്കൊണ്ട് നടക്കത്തില്ല എന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജഡം പറയുമ്പോൾ, സഹോദരൻ്റെ കാല് കഴിയുമ്പോൾ, സഹോദരിയുടെ കാല് കഴിയുമ്പോൾ എന്തുവാ നടക്കുന്നത്? ഞങ്ങളൊരു കുടുംബമാണ്, ഞങ്ങൾ സ്വന്തം സഹോദരങ്ങളാണ്. ആ ഒരു ഫീലിംഗ് നമ്മളിലേക്ക് വരില്ലേ? അതിനാ കർത്താവ് പറഞ്ഞ്, അല്ല നമ്മളെ കൊണ്ട് ഈ കുനിച്ച് നിർത്താനും കാല് കഴിപ്പിക്കാനും ഒന്ന് ജോലി ചെയ്യിപ്പിക്കാനല്ല കർത്താവ് പറഞ്ഞത്. ഐക്യതയുള്ളിടത്തെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരത്തുള്ളൂ. താഴ്മയുള്ളിടത്ത് യഹോവയായ ദൈവം വസിക്കത്തുള്ളൂ. നിങ്ങൾ മനസ്സിലാകണം. ഐക്യത, സ്നേഹം, താഴ്മ. അടുത്ത ഒരു വാക്യം കൂടി വായിച്ചിട്ട് 4-ാമത്തെ വാക്യം. ഇവിടെ ഐക്യതയെ പറ്റി പറഞ്ഞിട്ടാണ് ഇനി അടുത്ത 2 വാക്യത്തിൻ്റെ അകത്ത് ഒന്ന് ഏക പറയുക. സ്തോത്രം. 7 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. 1 ആദ്യത്തെ വായിച്ചേ. ശരീരമൊന്ന്. അതേതാ ശരീരം? ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ശരീരം. കർത്താവാ തല, പാസ്റ്റർ അല്ല, വേറെ ആരുമല്ല. തലയാരാ? കർത്താവ. നമ്മളെല്ലാം ഓരോ അവയവങ്ങളാണ്. ആ ശരീരം ഒന്ന്, ക്രിസ്തുവിൻ്റെ ശരീരം, സഭ. പരിശുദ്ധാത്മാവ് ഒന്ന്, അത് ദൈവത്തിൻ്റെ ആത്മാവ്. കർത്താവ് ഒരുവൻ, നമ്മുടെ മേൽ കർത്തൃത്വം വഹിക്കുന്ന, തീരുമാനമെടുക്കുന്ന യജമാനൻ കർത്താവ് ഒരുവൻ. ഒരു വിശ്വാസം. സ്തോത്രം. ഒരു സ്നാനം. യെസ്. ഇതെല്ലാം നടത്തിച്ചെടുക്കണേ നമുക്ക് ഒരു കാഴ്ചപ്പാടും ഒരു വിശ്വാസവുമായിരിക്കണം. ഒരു വിശ്വാസമായിരിക്കണം. ചിലർ ചിന്തിക്കും കർത്താവിൽ ആശ്രയിച്ചാൽ മതി, ചിലർ ചിന്തിക്കും അല്ല ബുദ്ധി ഉപയോഗിക്കണം. പോയി. അപ്പോൾ നമ്മുടെ എല്ലാം വിശ്വാസത്തിൻ്റെ അളവിന് വ്യത്യാസമുണ്ട്. നമ്മളെല്ലാം ഒരുപോലെ പ്രാപിച്ച് എന്ത് ചെയ്യണം? ഒരുപോലെ വളരണം. ചിലർ സഭയിൽ അങ്ങ് ഭയങ്കരമായിട്ട് വിശ്വാസത്തിൽ വർദ്ധിച്ച്, ഭയങ്കര ആത്മാവിലൊക്കെ വർദ്ധിച്ച്, ചിലരാണെങ്കിൽ തണുത്ത പടക്കം പോലും. കർത്താവ് ആത്മാവ് എത്ര പകർന്നാൽ, അങ്ങനെ പകർത്തില്ല കർത്താവ്, അല്പം പകർന്നാൽ പോലും തീ കത്താൻ പറ്റാത്ത അനുഭവം. തണുത്ത പടക്കം എന്ന് പറഞ്ഞാൽ അറിയാം. തണുത്ത തീപ്പെട്ടി, പടക്കം നിങ്ങൾക്കെല്ലാം അറിയത്തില്ല. തീപ്പെട്ടി അറിയാം. ചില തീപ്പെട്ടി മുഴുവൻ കത്തുന്നില്ലെന്നേ, തണുത്തിരിക്കുവാന്നേ, നനഞ്ഞിരിക്കുവാന്നേ, അല്ല ഈർപ്പം തട്ടിയിരിക്കുക. മുഴുവനും കൊള്ളി തീർന്നാലും ഒരു തീ പോലും കത്തത്തില്ല. ഒന്നും കർത്താവിന് ചെയ്യാൻ പറ്റത്തില്ല. നഷ്ടം നമുക്ക് തന്നെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങി വന്നില്ലെങ്കിൽ, അപ്പോസ്തലന്മാരുടെ ദിവസം അന്ന് ഇറങ്ങി വന്ന തീ ഏതാ? ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളാണ്. ഞങ്ങളെങ്ങനെ മിണ്ടാതിരിക്കും? ആ തീ അവരുടെ മേൽ വന്നപ്പോഴാണ് അവർക്ക് പ്രവർത്തിക്കാൻ തോന്നിയത്. അതുവരെ എൻ്റെ കാര്യം, എൻ്റെ നന്മ, എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഐശ്വര്യം, എൻ്റെ പണം, എൻ്റെ സുഖജീവിതം. ജാതികൾ ചിന്തിക്കുന്ന പോലെ, വിഗ്രഹാരാധികളായ മൂർത്തികളെ സേവിക്കുന്ന ജാതികളും ഇത് തന്നെ ചിന്തിക്കുന്നു. ഒരു ഭൂരിഭാഗം ദൈവമക്കളും ആത്മാവിൽ ക്ഷീണിച്ചു പോകുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള പ്രവചനം, അതിനു വേണ്ടിയുള്ള പ്രസംഗം, അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന. നമുക്ക് ഡിഫറൻ്റായി തീരണ്ടേ? വി ഹാവ് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ്. കാലേബിൻ്റെ മേൽ പകർന്ന, യോശുവയുടെ മേൽ പകർന്ന ആത്മാവിനെ പറ്റി ബൈബിൾ എന്തോ പറയുന്നത്? ഒരു വേറിട്ട ഒരു സ്വഭാവം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിൾ എഴുതിയേക്കുന്നത് ഹി വാസ് എ മാൻ വിത്ത് എ ഡിഫറെൻറ്റ് സ്പിരിറ്റ്. മറ്റവരൊക്കെ പറഞ്ഞു ഞങ്ങളെ കൊണ്ട് നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ യോശുവയും കാലേബും പറഞ്ഞു കർത്താവ് സഹായിക്കും, ഞങ്ങളെ കൊണ്ട് നടക്കും. ഈ വിശ്വാസം എന്തിനാ വേണ്ടത്? ശത്രുവിൻ്റെ കോട്ടകളെ പൊളിച്ച് അവിടുന്ന് നീ കൊച്ചിയിൽ പാപത്തിൽ വസിക്കുന്ന, ഹല്ലേലൂയ, വിഗ്രഹാരാധനയായിരിക്കുന്ന അനേകരെ, ക്ഷീണിച്ചിരിക്കുന്ന, പിന്മാറ്റത്തിലായിരിക്കുന്ന അനേകരെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ, ഈ ശുശ്രൂഷ ചെയ്യുവാൻ എത്ര പേര് ദൈവസന്നിധിയിൽ സമർപ്പിക്കണം? ഇത് തീരുമാനമാണ്. അതുകൊണ്ട് പലരും പേടിച്ച് കൈവെക്കുന്നില്ല അല്ലേ? ഒരു ടേക്ക് എൻ ഓത്ത്, ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. അനേകരെ പണിയുവാൻ
യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവരുടെ വിളി അനുസരിച്ച് നിർത്തുവാൻ കർത്താവേ ഞാനും എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് കർത്താവാ കൃപ തരേണ്ടത്. നമുക്ക് മനസ്സുണ്ടോ എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് മനസ്സോടുകൂടി നമ്മൾ സമർപ്പിച്ചു. സ്തോത്രം. ഇത് ഈ ശുശ്രൂഷ നമ്മൾ കൂടി ചെയ്യാൻ കർത്താവ് കരുണ തോന്നണം. ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ഉപയോഗിക്കുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നണം. ഞാൻ അതിന് യോഗ്യമായി തീരണം. യെസ്, അതുകൊണ്ട് ഒരു വിശ്വാസം, ചിലരൊക്കെ വിശ്വാസം തെറ്റിപ്പോയില്ലേ? ഒന്ന് പെട്ടെന്ന് വായിച്ചേ. 1 തിമോത്തിയോസ് 6:21 വായിച്ചേ. ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. യെസ്, ചിലരെന്ത് ചെയ്തു? ആ ജ്ഞാനം സ്വീകരിച്ചു, പക്ഷേ വിശ്വാസത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു? ഈ വചനമൊക്കെ കേട്ടു. നല്ല ബൈബിൾ ക്ലാസ്സാണ് കേട്ടോ, കേൾക്കാൻ രസമുണ്ട്, കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ട്. എന്നാ കാര്യം? അതൊക്കെ കേട്ടു, ഈ വചനം, ഈ ജ്ഞാനമെല്ലാം കേട്ടു, ഈ പ്രബോധനം കേട്ടു, ഈ ബുദ്ധി ഉപദേശം കേട്ടു, പക്ഷേ മെനി ഹാവ് ഏർഡ് അഗെയിൻ ഫ്രം ഫെയ്ത്ത് എന്ന് എഴുതിയിരിക്കുന്നത്. വിശ്വാസത്തിന് തെറ്റിപ്പോയി, വഴി തെറ്റിപ്പോയി. ദൈവസഭയെ പറ്റി പറയുക, ഈ പ്രബോധനമൊക്കെ കേട്ടു, ഈ പ്രസംഗമൊക്കെ കേട്ടു, പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന വ്യക്തമായ ഉപദേശം കേട്ടു, പക്ഷേ ചിലർ വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോയി. ഇവിടെ എന്തോ ബൈബിൾ പറഞ്ഞേ? ഒരു കർത്താവ്, ഒരു വിശ്വാസം, നമുക്കെല്ലാം ഒരു കാഴ്ചപ്പാട്, ഒരുപോലെ ആത്മീയമായിട്ട് വരുക. കാര്യം നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ഒരാത്മാവാണ്, ഐക്യതയിൽ നിന്ന് പ്രവർത്തിക്കുവാൻ. അപ്പോൾ ഈ നേരത്തെയുള്ള വാക്യങ്ങളെല്ലാം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. താൻ ഹല്ലേലൂയ അപ്പോസ്തലൻ സഭദേശത്തെ സഭയെ ഓർപ്പിക്കുക, ഐക്യതയോടുകൂടി, സ്നേഹത്തോടുകൂടി, താഴ്മയോടുകൂടി ചേർന്ന് പ്രവർത്തിക്കണമേ. യെസ്, എന്നിട്ടാണ് അതിൻ്റെ കാരണം എന്നാ? നമ്മുടെ മേലെല്ലാം പകർന്നിരിക്കുന്ന ഒരു ആത്മാവാണ്. 7-ാമത്തെ വാക്യം വായിച്ചിട്ട് നിർത്താം. യെസ്, ആത്മാവ് ഒന്ന്. നമുക്ക് കൊരിന്ത്യലേഖനത്തിൽ അടുത്ത ആഴ്ച ചിന്തിക്കാം. ആത്മാവ് ഒന്ന്, പക്ഷേ കൃപകൾക്കും ശുശ്രൂഷകൾക്കും ഒക്കെ വ്യത്യാസമുണ്ട്. ആത്മാവിൽ ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ തന്നെ ഈ ജോലി നമ്മൾ കൂടെ ദൈവം നിവർത്തിക്കാൻ പോകുന്നത് എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ കൊണ്ടൊന്നും നടക്കത്തില്ല. ഇവിടെ പല ദൈവദാസന്മാരും ശുശ്രൂഷകരും ഒക്കെ ഉണ്ട്. ഞങ്ങളെ കൊണ്ടൊന്നും നടക്കത്തില്ല ദൈവമക്കളെ. പക്ഷെ സഭ ഒന്നിച്ച് നിന്നാൽ, നമ്മുടെ കുടുംബങ്ങളും ഒന്നിച്ച് നിന്നാൽ, കുഞ്ഞുങ്ങളും ഒന്നിച്ച് നിന്നാൽ, സഭയിലെ ചെറുപ്പക്കാർ, പ്രൈസ് ദി ലോർഡ്, പ്രായമുള്ളവരുടെയൊക്കെ ശരീരം ക്ഷീണിക്കുന്നു, ഓർമ്മ പഴയ പോലെ സഹരിക്കുന്നില്ല, അസ്ഥിയും നട്ടലും മുട്ടും ഒന്നും സഹരിക്കുന്നില്ല, ശരീരത്തിന് ക്ഷീണങ്ങളുണ്ട്. പക്ഷേ ചെറുപ്പക്കാർ അവരുടെ നല്ല ആരോഗ്യത്തിൻ്റെ സമയത്ത്, പ്രായമുള്ളവരോട് സംഭവിക്കുന്ന അറിയാമല്ലോ, വീക്കായി ഡെഡ് സെൽസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ജീവനുള്ള സെല്ലുകൾ, പേശികൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാരിൽ അതെല്ലാം ഫുൾ ജീവനോടുകൂടിയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ കർത്താവിന് വേണ്ടി നിന്നില്ലെങ്കിൽ, ദൈവം തന്നിരിക്കുന്ന ധൈര്യവും ജ്ഞാനവും അവസരങ്ങളും നല്ല സമയവുമുണ്ട്, ആ സമയം കർത്താവിന് വേണ്ടി നിന്നില്ലെങ്കിൽ കണക്ക് പറയേണ്ട ദിവസമാണ് ഈ ന്യായ ദിവസം എന്ന് പറയുന്ന ദിവസം. അതുകൊണ്ട് ചെറുപ്പക്കാരെ ഒന്നുകൂടി പ്രബോധിപ്പിക്കുന്നു, ബി എൻകറേജ്ഡ് ഇൻ ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്ധിയിൽ ബലം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അനേകരെ എൻകറേജ് ചെയ്യും. നമ്മുടെ വാക്കുകൾ കൂടെ നമുക്ക് എൻകറേജ് ചെയ്യാൻ പറ്റുന്നത്. പ്രാർത്ഥനയോടുകൂടിയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്. നമ്മൾ അതൊരു ശുശ്രൂഷയാണ്. നമ്മൾ കൂടി ജോലി ചെയ്യുന്നവർ, നമ്മുടെ കൂട്ടുകാരോടൊക്കെ നമ്മുടെ കർത്താവിനെ പറ്റി പറഞ്ഞ് അവരെ എൻകറേജ് ചെയ്യുമ്പോൾ എനിക്കൊരു ബോധ്യം വരും, അയ്യോ എൻ്റെ വാഗോണ്ട് ഇനി ആവശ്യമില്ലാത്തത് പറയാൻ പറ്റില്ല, ഞാനും ഒരു സുവിശേഷകനാ. സ്തോത്രം. നമ്മളൊക്കെ ആരാണ്? ഈ ശുശ്രൂഷ ചെയ്യുമ്പോഴേ ഉള്ളൂ. അല്ലെ നമ്മുടെ വിചാരം ഈ 2 മുഖമാണ്. പള്ളിയിൽ വരുമ്പോൾ അല്ലെങ്കിൽ സഭയിൽ വരുമ്പോൾ ഒരു മുഖവും, ജോലി സ്ഥലത്തോ ലോകവുമായിട്ട് ഇടപെടുമ്പോൾ എങ്ങനെ വേണേലും ആകാമെന്ന ചിന്തനോ. നമ്മൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി തീരുമ്പോൾ, എന്നെയും കൃപയാൽ ഈ മുന്തിരിത്തോട്ടത്തിൽ അതിൻ്റെ ഒരു ചെറിയ ജോലി ചെയ്യുവാൻ സ്വർഗം എന്നെ തിരഞ്ഞെടുത്തു, അതിൽ വർദ്ധിച്ചു വരണം. ഈ കൊരിന്ത്യലേഖനത്തിൻ്റെ അവസാനത്തിൽ പറഞ്ഞു, ഇതിന് വലിയ പ്രതിഫലമുണ്ട് ദൈവമക്കളെ. നിങ്ങൾ എത്ര ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താലും അധ്വാനിച്ചാലും ഇതും കൊണ്ടൊന്നും ആരും പോകുന്നില്ല. ഒന്നുമില്ലാതെ വന്നു, ഒന്നുമില്ലാതെ പോകും. ആത്മാവ് മാത്രമേ അവിടെ എത്തുന്നുള്ളൂ. ശരീരം ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. ഇവിടെയുള്ള പണികളെല്ലാം ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. സ്തോത്രം. ഈ അധ്വാനിച്ചതെല്ലാം വെറുതെ ആയി പോകാൻ പോവാം. പക്ഷേ നമ്മൾ സ്വർഗരാജ്യത്തിന് വേണ്ടി അധ്വാനിച്ചതൊന്നും വെറുതെ ആകത്തില്ല. അതിന് മാത്രമേ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ, പോയിൻറ്റ്സ് കിട്ടത്തുള്ളൂ. അതിന് മാത്രമേ പോയിൻറ്റ്സ് കിട്ടത്തുള്ളൂ, വർദ്ധിക്കത്തുള്ളൂ. നമ്മുടെ ജീവൻ്റെ പുസ്തകം എടുത്ത് പേരാദ്യമുണ്ടോ നോക്കും. പ്രവൃത്തികളുടെ പുസ്തകം എടുത്തിട്ട് നമ്മുടെ പ്രവൃത്തികളനുസരിച്ച് കർത്താവിനെ ന്യായം വിധിക്കുമ്പോൾ, പ്രൈസ് ലോർഡ്, അന്ന് അനേകരിൽ ലജ്ജിച്ച് നിൽക്കും. സ്നാനപ്പെട്ടവർ, അഭിഷേകം പ്രാപിച്ചവരൊക്കെ തല കുനിച്ച് നിൽക്കും. അന്ന് എനിക്കും നിങ്ങൾക്കും പ്രാഗൽഭ്യത്തോടുകൂടി തല ഉയർത്തി കർത്താവിൻ്റെ സന്ധിയിൽ നിൽക്കാൻ പറ്റണമെങ്കിൽ ഈ തരുന്ന അവസരങ്ങൾ, ഹല്ലേലൂയ, വാക്ക് വർത്തി ഓഫ് യുവർ കോളിംഗ്. ഇന്ന് വീണ്ടും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, നിങ്ങളെ
വിളിച്ചിരിക്കുന്ന വിളിക്കൊത്തവണ്ണം നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് അനേകർ ഹാലല്ലേ, നിങ്ങളുടെ സ്നേഹിതർ ഒത്തിരി പേരുണ്ട്, എനിക്ക് അവരെ അറിയത്തില്ല. ആരാണ് അവരെ എൻകറേജ് ചെയ്യേണ്ടത്? നിങ്ങളാണ് എൻകറേജ്. തീരുമാനമെടുക്കുക. ഒന്ന് പഴയ നമ്പേഴ്സൊക്കെ എടുത്തൊന്ന് ഫോൺ ചെയ്യും, സഹോദരൻ എങ്ങനെയുണ്ട് ആത്മീയമായിട്ട്, നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അപ്പോൾ അവർ ചില പ്രാർത്ഥന വിഷയങ്ങൾ പറയും. ടേക്ക് ഇറ്റ് ആസ് എ റെസ്പോൺസിബിലിറ്റി. അതോർത്ത് പ്രാർത്ഥിക്കുവാൻ ഒരു ഡയറി മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന, ഓരോരുത്തർ പറയുന്ന പ്രാർത്ഥനാ വിഷയങ്ങളൊന്ന് പ്രാർത്ഥിക്കുവാൻ. നമ്മുടെ വിഷയം അങ്ങോട്ട് മാറ്റി ഇട്ടേക്കുന്നേ, അത് ദൈവം ദൂതന്മാരെ അയച്ച് അത് ചെയ്തോളും. നമ്മൾ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് ചെയ്തോളും. നമ്മുടെ വിഷയങ്ങൾ മാറ്റി വെച്ചിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ റെസ്പോൺസിബിലിറ്റി എടുക്കാമോ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ വളരെ അടുത്തു. ഇതൊന്നും പറഞ്ഞും ചിന്തിച്ചു ഒന്നും ഇത് പ്ലാൻ ചെയ്യാൻ ഞാൻ ആയിട്ടില്ല, കുറച്ചുകൂടെ ആകട്ടെ, ഒരിക്കലും ആകത്തില്ല. ഇപ്പം തുടങ്ങിക്കോണം. ഇന്ന് ദൈവസന്ധിയിൽ കൈയൊക്കെ ഉയർത്തി തീരുമാനം എടുത്തവരെല്ലാം ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.